Let's turn to Galatians chapter 5 and read the first verse. ഗലാത്യ ലേഖനം 5-ാം അധ്യായം 1-ാം വാക്യം വായിക്കാം. സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി, ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പിൻ, അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. Stand fast therefore in the liberty wherewith Christ hath made us free, and be not entangled again with the yoke of bondage. Praise the Lord. ദൈവത്തിന് സ്തോത്രം. These days I would like to share the word of God with you under the theme, the paradox of freedom. ഈ ദിവസങ്ങളിൽ നിങ്ങളുമായി ദൈവവചനം ഞാൻ പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നതായ വിഷയം സ്വാതന്ത്ര്യത്തിന്റെ വിരോധാഭാസം എന്നുള്ളതിനെ ആസ്പദമാക്കിയാണ്. A paradox is a self-contradictory statement. ഒരു വിരോധാഭാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിപരീതമായിട്ടുള്ള രണ്ട് പ്രസ്താവനകൾ എന്നാണ്. Two opposing truths coming together at the same time. വിപരീതമായിട്ടുള്ള രണ്ട് സത്യങ്ങൾ ഒരേ സമയം ഒന്നിച്ചു വരുന്നത്. For example, ഉദാഹരണമായി, if I make a statement like this, ഞാൻ ഇപ്രകാരം പറയുന്നു എന്ന് കരുതുക. when the mouth opens, all are liars. വായ് തുറക്കുന്ന എല്ലാവരും നുണയന്മാരാകുന്നു. Suppose that statement is true. ആ ഒരു പ്രസ്താവന സത്യമാണ് എന്ന് കരുതുക. When the mouth opens, all are liars. വായ് തുറക്കുമ്പോൾ എല്ലാവരും ഭോഷ്ക് പറയുന്നവർ നുണയന്മാരാകുന്നു. Suppose that is true. അത് സത്യമാണ് എന്ന് കരുതുക. Then I open my mouth to say it, isn't it? അപ്പോൾ ഞാൻ ഇത് പറയുവാൻ എന്റെ വായ് തുറന്നുവല്ലോ. So what I say is a lie. അപ്പോൾ ഞാൻ പറയുന്നത് ഒരു ഭോഷ്കാണ്. So if what I said is true, what I said is a lie. അപ്പോൾ ഞാൻ പറഞ്ഞത് സത്യമാണെങ്കിൽ ഞാൻ പറഞ്ഞത് ഒരു ഭോഷ്കം തന്നെയാണ്. So you see, a lie and a truth coming together, that's called paradox. ഒരു സത്യവും ഒരു ഭോഷ്കും ഒന്നിച്ചു വരുന്നു, അതിന്റെ പേരാണ് വിരോധാഭാസം. In the same way, in the freedom that the Bible describes or proposes to us, there is a paradox. ഇതുപോലെ വേദപുസ്തകം നമുക്ക് വാഗ്ദത്തം ചെയ്യുന്ന സ്വാതന്ത്ര്യത്തിൽ അതിലും ഒരു വിരോധാഭാസമുണ്ട്. I will just say to you in one line, and then we'll go into the depths of it in the next 2 days. ഞാൻ അതിന്റെ അത് ഒരു വാചകത്തിൽ അത് പറഞ്ഞിട്ട് അതിന്റെ ആഴങ്ങളിലേക്ക് അടുത്ത 2 ദിവസങ്ങളിൽ നമുക്ക് കടക്കാം. The meaning of the title is, if you want true freedom, you have to be a slave to Christ. ഈ വിഷയത്തിന്റെ യഥാർത്ഥ അർത്ഥമെന്ന് പറയുന്നത്, നിങ്ങൾക്ക് യഥാർത്ഥ സ്വാതന്ത്ര്യം വേണമെങ്കിൽ ക്രിസ്തുവിന്റെ അടിമകളായി നിങ്ങൾ മാറ്റപ്പെടണം. In the key verse that we read just now, നാം ഇപ്പോൾ വായിച്ച കുറിവാക്യത്തിൽ നാം കണ്ടുവല്ലോ, we see a liberty that Christ offers. അവിടെ ക്രിസ്തു നമുക്ക് വാഗ്ദത്തം ചെയ്യുന്ന ഒരു സ്വാതന്ത്ര്യം കാണുവാൻ കഴിയുന്നു. And the same verses, don't get entangled with the yoke of bondage. അതേ വാക്യത്തിൽ പറയുകയാണ്, അടിമ നുഖത്തിൽ വീണ്ടും കുടുങ്ങിപ്പോകരുത്. As we all know, freedom and slavery are opposites terms. നമുക്കറിയാം, സ്വാതന്ത്ര്യവും അടിമനുഖവും എന്ന് പറയുന്നത് രണ്ടും എതിരായിട്ടുള്ള വാക്കുകളാണ്. If you are free, you are not a slave. If you are a slave, you are not free. നിങ്ങൾ സ്വതന്ത്രനാണെങ്കിൽ ഒരു അടിമയല്ല, അടിമയാണെങ്കിൽ ഒരു സ്വതന്ത്രനുമല്ല. But in the freedom that Christ offers, എന്നാൽ ക്രിസ്തു നമുക്ക് വാഗ്ദത്തം ചെയ്യുന്ന സ്വാതന്ത്ര്യം, you see a paradox. That means if you want real freedom, you must be a slave to Christ. അതിലൊരു വിരോധാഭാസം നമുക്ക് കാണുവാൻ കഴിയുന്നു. നിങ്ങൾക്ക് യഥാർത്ഥ സ്വാതന്ത്ര്യം വേണമെങ്കിൽ ക്രിസ്തുവിന്റെ അടിമകളായി മാറ്റപ്പെടണം. As we approach this theme today, I might sound a little philosophical as I describe this, but we will go on to more beautiful things in the next 2 days. ഇന്ന് ഞാൻ ഈ വിഷയം നിങ്ങളുമായി പങ്കുവെക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്കതൊരു തത്വജ്ഞാനം പോലെ തോന്നിയേക്കാം. പക്ഷെ അതിന്റെ മനോഹരമായ കാര്യങ്ങളിലേക്ക് നമുക്ക് അടുത്ത 2 ദിവസങ്ങളിൽ കടന്നു പോകാം. In order to describe how we are unique in the freedom that God has given us, ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന സ്വാതന്ത്ര്യത്തിൽ നാം എത്രത്തോളം പൂർണ്ണരായിരിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കണമെങ്കിൽ, I want to tell you how we are different from robots and animals. നാം യന്ത്ര മനുഷ്യരിലും അതുപോലെ മൃഗങ്ങളിൽ നിന്നും എത്രത്തോളം വ്യത്യസ്തരായിരിക്കുന്നു എന്ന് നാം മനസ്സിലാക്കണം. Robots do things because they are programmed to do certain things. യന്ത്ര മനുഷ്യർ കാര്യങ്ങൾ ചെയ്യുന്നത് അവര് അപ്രകാരം ചെയ്യുവാൻ അവർ പ്രോഗ്രാം എഴുതി കൊടുത്തിരിക്കുന്നത് കൊണ്ടാണ്. There are robots that play the piano. പിയാനോ വായിക്കുന്ന
റോബോട്ടുകളുണ്ട്. There are robots that play chess. ചെസ് കളിക്കുന്ന യന്ത്രമനുഷ്യനുണ്ട്. But they all have their limitations. They do not have the ability to think. They are programmed to do that. That's why they do that. എന്നാൽ അവയ്ക്കെല്ലാം അതിൻ്റെതായ അതിരുകളുണ്ട്. തനിയെ ചിന്തിക്കുവാൻ അവയ്ക്ക് കഴിയുകയില്ല. അവ ചെയ്യേണ്ട കാര്യങ്ങൾ പ്രോഗ്രാം ചെയ്തു വെച്ചിരിക്കുകയാണ്. Once they made a robot to cross a road by itself. ഒരിക്കല് റോഡ് മുറിച്ചു കടക്കുവാനായിട്ട് ഒരു റോബോട്ടിനെ ഉണ്ടാക്കി. So it can look here and there. It's got laser beams for eyes. It will make its own calculations and then cross the road. അതിന് അവിടെ ഇവിടെ നോക്കാം. അതിന് ലേസർ ബീമുള്ള കണ്ണുകളുണ്ട്. അതിന് അത് കണ്ട് കണക്കുകൂട്ടലുകൾ നടത്തിയിട്ട് അത് റോഡ് ക്രോസ് ചെയ്യും. In a road that has oncoming cars going here and there, it will cross the road safely. കാറുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന വഴി ഇത് സുരക്ഷിതമായി മറികടന്നു പോകും. So they switched on the robot and kept it on the one side of the road and waited for it to cross. അവര് റോബോട്ടിനെ അതിനെ ഓൺ ചെയ്തിട്ട് ഈ വഴിയുടെ ഒരു വശത്ത് അത് കടക്കേണ്ടതിന് വഴി മറികടക്കേണ്ടതിന് അതിനെ കൊണ്ടുവന്ന് നിർത്തി. So with its neck it turned both ways to see whether cars were coming or not. അത് ഇരുവശത്തേക്ക് നോക്കി കാറുകൾ വരുന്നുണ്ടോ ഇല്ലയോ എന്ന്. And then it did not cross the road. അത് റോഡ് മുറിച്ച് കടന്നില്ല. So they're wondering what happened. Why is it not crossing the road? അപ്പോൾ അവർ ആശ്ചര്യപ്പെട്ടു, ഇതെന്താ ഇത് റോഡ് മുറിച്ച് കടക്കാത്തത്? The reason was the robot saw a parked car nearby. It did not know the difference between a moving car and a parked car and did not cross the road. അവിടെ വഴിയരികില് ഒരു കാറ് പാർക്ക് ചെയ്തിരുന്നു. ഈ റോബോട്ടിന് സഞ്ചരിക്കുന്ന ഒരു കാറും പാർക്ക് ചെയ്തിരിക്കുന്ന കാറും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് അത് റോഡ് മുറിച്ച് കടന്നില്ല. That's the limitation of a robot. അതാണ് ഒരു യന്ത്ര മനുഷ്യന്റെ ലിമിറ്റ് എന്ന് പറയുന്നത്. Animals have a freedom to a certain extent, but much of it is based on instinct, something that just comes automatically from within. മൃഗങ്ങൾക്കും കാര്യങ്ങൾ ചെയ്യുവാൻ കഴിയും. പക്ഷേ അതിന്റെ ഉള്ളിൽ തന്നെ ആന്തരികമായി സ്വയമായി വരുന്ന ചില തോന്നലുകൾ നിമിത്തമാണ് അതിന് ചെയ്യുവാൻ കഴിയുന്നത്. An animal chooses to eat because of hunger within. ഒരു മൃഗം ഭക്ഷണം കഴിക്കുവാൻ തീരുമാനിക്കുന്നത് അതിന്റെ വിശപ്പ് കൊണ്ടാണ്. An animal chooses to attack because fear within. ഒരു മൃഗം ആക്രമിക്കുന്നതിന് കാരണം അതിന്റെ ഉള്ളിൽ ഉണ്ടാകുന്ന ഭയമാണ്. An animal chooses to sleep because of fatigue or tiredness within. ഒരു മൃഗം ഉറങ്ങുവാൻ തീരുമാനിക്കുന്നത് അതിന്റെ ക്ഷീണം നിമിത്തമാണ്. But human beings are created with a very high level of freedom, not like robots and animals. എന്നാൽ മനുഷ്യരെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് ഈ മൃഗങ്ങളെയോ അല്ലയോ യന്ത്ര മനുഷ്യരെ പോലെയുള്ള സ്വാതന്ത്ര്യമായിട്ടല്ല, വളരെ ഉയർന്ന നിലവാരത്തിലുള്ള സ്വാതന്ത്ര്യമായിട്ടാണ്. God has given us the ability to think and reason, to make calculations and arrive at decisions. ദൈവം നമുക്ക് ചിന്തിക്കുവാനും കണക്കുകൂട്ടലുകൾ നടത്തുവാനും തീരുമാനങ്ങളിൽ എത്തുവാനുമുള്ള കഴിവ് നൽകിയിരിക്കുന്നു. See, we can not only think, we can even think of thinking. നമുക്ക് ചിന്തിക്കുക മാത്രമല്ല, ചിന്തിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ നമുക്ക് സാധിക്കും. We have such a high capability. That's how God has made us. അത്രയും ഉയർന്ന കഴിവോടുകൂടിയാണ് ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത്. For example, when God told Adam and Eve, don't eat that particular fruit, the other fruits you can eat, immediately Adam's mind and Eve's mind started making some reasons or started making calculations. ദൈവം ആദാമിനോടും ഹവ്വായോടും വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്, മറ്റു വൃക്ഷത്തിന്റെ ഫലമൊക്കെ തിന്നാം എന്ന് പറഞ്ഞപ്പോൾ അവരുടെ മനസ്സ് ചില കണക്കുകൂട്ടലുകൾ നടത്തുവാൻ, ചില ചിന്തിക്കുവാൻ തുടങ്ങി. So God says, if I eat that fruit, I'll die, so I should not eat that fruit. ദൈവം എന്നോട് പറഞ്ഞത് ഞാൻ ആ ഫലം തിന്നാൽ മരിക്കും, അതുകൊണ്ട് ഞാനത് തിന്നരുത്. Then when the serpent came and spoke to Eve, എന്നാൽ ആ സർപ്പം വന്ന് ഹവ്വായോട് സംസാരിച്ചപ്പോൾ immediately she started recalculating. അപ്പോൾ താൻ വീണ്ടും ചില കണക്കുകൂട്ടലുകൾ നടത്തുവാൻ തുടങ്ങി. Is God telling me not to eat because if I eat I'll become like him? ദൈവം എന്നോടത് തിന്നരുത് എന്ന് പറഞ്ഞതിന് കാരണം അത് തിന്നാൽ ഞാൻ ദൈവത്തെ പോലെ ആകും എന്നുള്ളത് കൊണ്ടാണോ? Animals can't do that thinking. Robots can't do that thinking. മൃഗങ്ങൾക്ക് ചിന്തിക്കുവാൻ കഴിയുകയില്ല, യന്ത്രമനുഷ്യനും അപ്രകാരം ചിന്തിക്കാൻ കഴിയുകയില്ല. So after thinking and reasoning, finally she arrived at a choice, at a decision. She said, okay, I'm going to eat. താൻ ചിന്തിച്ച് കണക്കുകൂട്ടലുകൾ നടത്തിയതിനു ശേഷം അവസാനം ഒരു തീരുമാനത്തിലെത്തി, അതെ ഞാനത് തിന്നും. So that's the high level of freedom that God has given us human beings. മനുഷ്യരായ നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന ഉയർന്ന നിലവാരത്തിലുള്ള സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അതാണ്. Now comes the question, why is it
when there are thousands and thousands of animals, why is it that God has made us human beings with such a unique ability of reasoning, thinking and arriving at a free choice? ആയിരക്കണക്കിന് മൃഗങ്ങളും മറ്റും ഉള്ളപ്പോൾ ദൈവം മനുഷ്യനെ മാത്രം ഇപ്രകാരം ചിന്തിക്കുവാനും കണക്കുകൂട്ടലുകൾ നടത്തുവാനും തീരുമാനങ്ങളിൽ എത്തുവാനുമുള്ള കഴിവോടുകൂടി മനുഷ്യനെ മാത്രം എന്തുകൊണ്ട് ദൈവം സൃഷ്ടിച്ചു? We human beings have the capacity of making 15,000 thoughts in a second. മനുഷ്യരായ നമുക്ക് 15,000 ചിന്തകൾ ഒരു സെക്കൻഡിൽ നടത്തുവാനുള്ള കഴിവുണ്ട്. So God is allowing so many thoughts to flood our mind in a moment and come at a decision. Why did God give us that freedom? ഒരു നിമിഷം കൊണ്ട് ഒരു ആയിരക്കണക്കിന് ചിന്തകൾ ഒരു വെള്ളപ്പൊക്കം പോലെ നമ്മുടെ ഉള്ളിലേക്ക് വരുവാനും ഒരു തീരുമാനങ്ങളിൽ അതിനുശേഷം എത്തുവാനും ദൈവം നമുക്ക് കഴിവ് തന്നിരിക്കുന്നു. എന്തുകൊണ്ട്? What was the mind of God when He made us with this freedom, so that we can play with our freedom and do what we like? ഈ സ്വാതന്ത്ര്യം നമുക്ക് നൽകിക്കൊണ്ട് ദൈവം നമ്മെ സൃഷ്ടിച്ചപ്പോൾ ദൈവത്തിന്റെ ഉദ്ദേശം എന്തായിരുന്നു? നമ്മുടെ സ്വാതന്ത്ര്യം എടുത്ത് നമുക്ക് ഇഷ്ടമുള്ളതുപോലെ കളിക്കുവാനാണോ? The reason why God has given us human beings the right to choose, the freedom to choose, is that using this freedom we might choose Him. ദൈവം നമുക്ക് തിരഞ്ഞെടുപ്പിനുള്ള സ്വാതന്ത്ര്യം നൽകിയതിന് കാരണം ആ സ്വാതന്ത്ര്യം ഉപയോഗിച്ചുകൊണ്ട് നാം അവനെ തിരഞ്ഞെടുക്കണം. If you turn to the book of Deuteronomy chapter 30, ആവർത്തന പുസ്തകം 30-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ and read verse 19. 19-ാം വാക്യം വായിക്കാം. ജീവനും മരണവും അനുഗ്രഹവും ശാപവും നിങ്ങളുടെ മുൻപിൽ വച്ചിരിക്കുന്നു എന്നതിന് ഞാൻ ആകാശത്തെയും ഭൂമിയെയും ഇന്ന് സാക്ഷി വയ്ക്കുന്നു. I call heaven and earth to record this day against you, that I have set before you life and death, blessing and cursing. Therefore choose life, that both thou and thy seed may live. Here we see God placing options before mankind. ഇവിടെ ദൈവം മനുഷ്യജാതിയുടെ മുമ്പാകെ തിരഞ്ഞെടുപ്പിനുള്ള അവസരങ്ങൾ വെക്കുന്നത് കാണുവാൻ കഴിയുന്നു. I place before you life and death. ഞാൻ നിന്റെ മുമ്പാകെ മരണവും ജീവനും വയ്ക്കുന്നു. I place before you blessing and cursing. നിന്റെ മുമ്പാകെ അനുഗ്രഹവും ശാപവും വെക്കുന്നു. But there we see that He not only places the options, He also tells us what to do. അവിടെ താൻ ഈ അവസരങ്ങൾ നമ്മുടെ മുമ്പാകെ വെക്കുക മാത്രമല്ല ചെയ്യുന്നത്, നാം എന്ത് ചെയ്യണം എന്നുകൂടി നമ്മോട് പറയുന്നുണ്ട്. He is prompting us and saying what we should choose. നാം എന്ത് തിരഞ്ഞെടുക്കണം എന്ന് അവൻ നമ്മെ പ്രേരിപ്പിക്കുന്നു. But the decision is ours. We are not programmed to choose. The decision is from us. എന്നാൽ തീരുമാനം നമ്മുടേതാണ്. തീരുമാനം എടുക്കുവാൻ വേണ്ടി നമ്മെ പ്രോഗ്രാം ചെയ്തു വെച്ചിട്ടൊന്നുമില്ല. തീരുമാനം നമ്മളുടേതാണ്. Then He says choose life. He says choose life. ജീവൻ തിരഞ്ഞെടുക്കണമെന്ന് അവൻ പറയുന്നു. What is that life? എന്താണ് ആ ജീവൻ? Read the next verse. അതിന്റെ അടുത്ത വാക്യം കൂടി വായിക്കാം. യഹോവ നിന്റെ പിതാക്കന്മാരായ അബ്രഹാമിനും ഇസ്ഹാക്കിനും യാക്കോബിനും കൊടുക്കുമെന്ന് സത്യം ചെയ്ത ദേശത്ത് നീ പാർപ്പാൻ തക്കവണ്ണം നിന്റെ ദൈവമായ യഹോവയെ സ്നേഹിക്കുകയും അവന്റെ വാക്ക് കേട്ടനുസരിക്കുകയും അവനോട് ചേർന്നിരിക്കുകയും ചെയ്യേണ്ടതിനും ജീവനെ തിരഞ്ഞെടുത്തുകൊള്ളുക. അതല്ലോ നിനക്ക് ജീവനും ദീർഘായുസ്സും ആകുന്നു. That thou mayest love the Lord thy God, and that thou mayest obey His voice, and that thou mayest cleave unto Him, for He is thy life. He is thy life. He is thy life. അവൻ നിന്റെ ജീവനാകുന്നു. So that's what that verse says. He is thy life. അവൻ നിന്റെ ജീവനാകുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. So God is saying choose life, because behind what you choose I am there. ദൈവം ജീവനെ തെരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞിരിക്കുന്നതിന് കാരണം നിന്റെ തെരഞ്ഞെടുപ്പിന്റെ പുറകിൽ ഞാൻ അവിടെയുണ്ട്. ജീവന്റെ പുറകിൽ ഞാനുണ്ട്. There's a very, very familiar story about 4 little children whose father was going abroad. വിദേശത്തേക്ക് പോകുന്ന ഒരു പിതാവിന്റെ 4 ചെറിയ കുഞ്ഞു മക്കളുള്ള ഒരു പിതാവിന്റെ കഥ വളരെ പരിചിതമാണല്ലോ. So he asked the eldest boy, what do you want when I come back? മൂത്ത മകനോട് ചോദിച്ചു, ഞാൻ തിരികെ വരുമ്പോൾ നിനക്ക് എന്താണ് വേണ്ടത്? So he said, I want a bicycle. താൻ പറഞ്ഞു, എനിക്കൊരു സൈക്കിൾ വേണം. So he asked the second boy, രണ്ടാമത്തെ മകനോട് ചോദിച്ചു, what do you want? നിനക്കെന്ത് വേണം? I want a toy car. എനിക്ക് ഒരു കളിപ്പാട്ട കാർ വേണം. He asked the third child, who was a girl, what do you want? She said, I want a doll. മൂന്നാമത്തെ കുട്ടിയോട് ചോദിച്ചത് ഒരു പെൺകുട്ടിയായിരുന്നു, എന്ത് വേണമെന്ന് ചോദിച്ചപ്പോൾ എനിക്കൊരു പാവ വേണമെന്ന് പറഞ്ഞു. So he went to ask the fourth child, what do you want? He was missing. നാലാമത്തെ കുട്ടിയോട് എന്ത് വേണമെന്ന് ചോദിച്ചപ്പോൾ തനിക്കൊന്നും പറയുവാൻ കഴിഞ്ഞില്ല. Finally they found him behind a door crying.
തന്നെ കണ്ടില്ല. അവസാനം അന്വേഷിച്ച് നോക്കിയപ്പോൾ ഒരു കതകിന് പുറകിൽ നിന്ന് കരയുന്നത് കണ്ടു. Why are you crying? Whatever you want, I'll give you. എന്തിനാണ് കരയുന്നത്? നിനക്ക് എന്താണ് വേണ്ടത് എന്നോട് പറയുക. Coming back after 6 months, whatever you want, I'll give you. ഞാൻ 6 മാസത്തിന് ശേഷം മടങ്ങി വരുമ്പോൾ നിനക്ക് എന്താണ് വേണ്ടത് പറഞ്ഞുകൊള്ളുക, ഞാനത് തരാം. He cried and said, Daddy, I want you. താൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഡാഡി എനിക്ക് അങ്ങയെ വേണം. So when the dad heard that, ആ പിതാവ് അത് കേട്ടപ്പോൾ what do you think would have been the reaction of his father? ആ പിതാവിന്റെ പ്രതികരണം എന്തായിരുന്നു എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. Father's heart would have melted because of his love for his son. തന്റെ മകനോടുള്ള സ്നേഹം നിമിത്തം പിതാവിന്റെ ഹൃദയം ഉരുകിയിരിക്കാം. See, we all know, every religion says God is love. എല്ലാ മതങ്ങളും പറയുന്നത് ദൈവം സ്നേഹമാകുന്നു എന്നാണ്. But in love there are 2 aspects. എന്നാൽ സ്നേഹത്തിന് 2 ഭാഗങ്ങളുണ്ട്. One is the imparting aspect, where God imparts or gives love. ഒന്ന് കൊടുക്കുന്നതായ ഭാഗമാണ്. ദൈവം അവന്റെ സ്നേഹത്തെ നമുക്ക് പകർന്നു തന്നുകൊണ്ടിരിക്കുന്നു. But that's just one side of it. എന്നാൽ അത് അതിന്റെ ഒരു ഭാഗം മാത്രമാണ്. So when we say God is love, that means He loves all of us, and whatever we want He'll give us. That's the angle that we look at that term. ദൈവം സ്നേഹമാകുന്നു എന്ന് പറയുമ്പോൾ നാം അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്, കാണുന്നത് നമ്മെ സ്നേഹിച്ച് നമുക്ക് വേണ്ടതെല്ലാം നൽകി തരുന്നു എന്നാണ്. But there's the other half. There is an expecting aspect of love as well. എന്നാൽ അതിനൊരു മറുഭാഗം കൂടിയുണ്ട്, തിരികെ പ്രതീക്ഷിക്കുന്നതായ സ്നേഹത്തിന്റെ ഭാഗം. In human love also, when we love, we also want love, isn't it? മാനുഷിക സ്നേഹത്തിലും നാം ഒരു വ്യക്തിയെ സ്നേഹിക്കുമ്പോൾ തിരികെ സ്നേഹം നാം ആഗ്രഹിക്കുന്നുവല്ലോ. The same way when you say God is love, He gives love and He wants love as well. അതുപോലെ ദൈവം സ്നേഹമാകുന്നു എന്ന് നാം പറയുമ്പോൾ അവൻ നമ്മെ സ്നേഹിക്കുന്നു, സ്നേഹം നൽകുന്നു, തിരികെ സ്നേഹം അവൻ ആഗ്രഹിക്കുന്നു. But that love that He wants should not be forced upon Him. It should be willingly received. എന്നാൽ താൻ ആഗ്രഹിക്കുന്നതായ സ്നേഹം ബലം പ്രയോഗിച്ച് വാങ്ങുവാനല്ല, മനഃപൂർവ്വമായി അവന് നൽകുന്നതായിരിക്കണം. That's why He has given us the freedom to choose. അതുകൊണ്ടാണ് തിരഞ്ഞെടുപ്പിനുള്ള സ്വാതന്ത്ര്യം അവൻ നമുക്ക് നൽകിയിരിക്കുന്നത്. So that we may not love Him like robots, so that we might not love Him because it's an instinct to love Him, but we can choose, reason, think and love Him. നാം യന്ത്രമനുഷ്യരെ പോലെ അവനെ സ്നേഹിക്കുവാൻ വേണ്ടിയിട്ടല്ല, ഏതെങ്കിലും ഒരു പ്രേരണ നിമിത്തം അവനെ സ്നേഹിക്കുവാനല്ല, നമ്മുടെ ചിന്തിച്ച കണക്കുകൂട്ടലുകൾ നടത്തി അവൻ കാരണങ്ങൾ കണ്ടുപിടിച്ച് അവനെ സ്നേഹിക്കുവാനാണ്. Why did God make us and want us to love Him? എന്തുകൊണ്ടാണ് ദൈവം നമ്മെ സൃഷ്ടിക്കുകയും നാം അവനെ സ്നേഹിക്കുകയും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത്? Not only because He wants love, അവൻ സ്നേഹം ആഗ്രഹിക്കുന്നത് കൊണ്ട് മാത്രമല്ല, because He is the best in everything that exists. നിലനിൽക്കുന്ന അല്ലെങ്കിൽ ഉള്ളതായ സകലത്തിലും ഏറ്റവും ഉത്തമമായത് അവനാകുന്നു. So in choosing Him there is no loss. അതുകൊണ്ട് അവനെ തിരഞ്ഞെടുക്കുന്നതിൽ നഷ്ടമൊന്നുമില്ല. In choosing Him is the best gain. അവനെ തിരഞ്ഞെടുക്കുന്നതാണ് ഏറ്റവും വലിയ ലാഭം. So when humankind prefers Him and uses his freedom to choose God, God gets His gain, man gets His gain as well. ഈ മനുഷ്യൻ ഇങ്ങനെ ചിന്തിച്ച ദൈവത്തെ സ്നേഹിക്കുവാൻ അവൻ തിരഞ്ഞെടുക്കുമ്പോൾ ദൈവത്തിന് അതുകൊണ്ട് ലാഭമുണ്ട്, മനുഷ്യനും അതിൽ നിന്ന് ലാഭം ഉണ്ടാകുന്നു. But there is a danger there. എന്നാൽ അവിടെ ഒരു അപകടമുണ്ട്. When God gives man the freedom to choose God, there is a danger there. ദൈവത്തെ തെരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യം ദൈവം മനുഷ്യന് നൽകുമ്പോൾ അവിടെ ഒരു അപകടമുണ്ട്. What if man does not choose God? ദൈവത്തെ മനുഷ്യൻ തിരഞ്ഞെടുത്തില്ലെങ്കിലോ? That becomes very dangerous for God. അത് ദൈവത്തിന് ഏറ്റവും അപകടകരമാണ്. Man can become an enemy of God. മനുഷ്യൻ ദൈവത്തിന്റെ ശത്രുവായി തീർന്നേക്കാം. In fact, that is what happened. വാസ്തവത്തിൽ അതാണ് സംഭവിച്ചത്. What God feared happened. ദൈവം ഭയപ്പെട്ടത് തന്നെ സംഭവിച്ചു. So we human beings were given the freedom to love God, and we use that freedom not to love God. ദൈവത്തെ സ്നേഹിക്കുവാൻ വേണ്ടി ദൈവം നമുക്ക് തെരഞ്ഞെടുപ്പിനുള്ള സ്വാതന്ത്ര്യം തന്നു. പക്ഷേ നാമോ അത് അവനെ സ്നേഹിക്കാതിരിക്കുവാൻ വേണ്ടി തെരഞ്ഞെടുത്തു. All we like sheep have gone astray. എല്ലാവരും ആടുകളെ പോലെ വഴിതെറ്റിപ്പോയിരിക്കുന്നു. So because of sin that is living in us, നമ്മുടെ ഉള്ളിൽ
ജീവിക്കുന്ന ആ പാപം നിമിത്തം we have lost that capability to choose God. ദൈവത്തെ തിരഞ്ഞെടുക്കുവാനുള്ള കഴിവ് നമുക്ക് നഷ്ടമായി പോയി. So although we human beings have a high level of freedom compared to animals and robots, മൃഗങ്ങളെയും യന്ത്രമനുഷ്യരെയും താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ മനുഷ്യർക്ക് ഏറ്റവും ഉയർന്ന നിലവാരത്തിലുള്ള ഒരു സ്വാതന്ത്ര്യം ഉണ്ട് എങ്കിൽ തന്നെയും we have actually lost that freedom that we ought to have been having. നമുക്ക് ഉണ്ടായിരിക്കേണ്ടുന്ന ആ സ്വാതന്ത്ര്യം നഷ്ടമായി പോയിരിക്കുന്നു. That is because of two reasons that we are not as free as before. രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് നാം മുമ്പ് ആയിരുന്നത് പോലെയുള്ള സ്വാതന്ത്ര്യം പിന്നീട് ഇല്ലാത്തത്. One, the sin within us, within each of us, has started controlling our freedom, so we are not in a neutral position to make our choices. Our hearts are more inclined towards sin. നമ്മുടെ ഉള്ളിൽ വസിക്കുന്നതായ പാപം നമ്മെ നിയന്ത്രിക്കുന്നത് കൊണ്ട് നമുക്ക് ശരിയായ തെരഞ്ഞെടുപ്പ് നടത്തുവാൻ നാം ആ മധ്യഭാഗത്തായിരിക്കുന്നതിന് പകരം തെറ്റായ തെരഞ്ഞെടുപ്പിന് പാപത്തിന്റെ ഭാഗത്തേക്ക് നാം അല്പം ചാഞ്ഞിരിക്കുന്നു. Although we have that capability of thinking 15,000 thoughts a second and making decisions, very often our decisions are inclined towards sin. They are wrong decisions. നമുക്ക് ഒരു സെക്കൻഡിൽ 15,000 ചിന്തകൾ നടത്തി തിരഞ്ഞെടുപ്പ് നടത്തുവാനുള്ള കഴിവ് സ്വാതന്ത്ര്യം ദൈവം തന്നിട്ടുണ്ട് എങ്കിൽ തന്നെയും നമ്മുടെ തിരഞ്ഞെടുപ്പ് എല്ലായ്പ്പോഴും തന്നെ പാപത്തിന്റെ ഭാഗത്തേക്ക് തിരിഞ്ഞിരിക്കുന്നു. So that's how our freedom is tarnished or stained, and we don't have that high level freedom that we ought to have. അങ്ങനെയാണ് നമുക്ക് നൽകിയിരിക്കുന്ന സ്വാതന്ത്ര്യത്തിന് കളങ്കം സംഭവിച്ച് ദൈവം ഉദ്ദേശിക്കുന്ന ഉയർന്ന നിലവാരത്തിലുള്ള സ്വാതന്ത്ര്യം അനുഭവിക്കുവാൻ കഴിയാതെ ഇരിക്കുന്നത്. Secondly, രണ്ടാമത്, the second reason why our freedom is not like what we have to have, നമുക്ക് ആയിരിക്കേണ്ടുന്ന അല്ലെ ഉണ്ടായിരിക്കേണ്ടുന്ന വിധത്തിലുള്ള സ്വാതന്ത്ര്യം ഇല്ലാത്തതിന് കാരണം every day we are being bombarded by information, suggestions and influences and promptings from the outside world through friends, through advertisements, through the media and so on. പുറത്തുള്ള ലോകത്തിൽ നിന്നുള്ള വിവരങ്ങളും മറ്റ് അനുഭവങ്ങളും കാര്യങ്ങളുമൊക്കെ ഓരോ ദിവസവും നമ്മുടെ സ്നേഹിതരും നമ്മുടെ കൂട്ടുകാരും മറ്റ് മാധ്യമങ്ങളും എല്ലാം നിമിത്തം നമ്മുടെ ഉള്ളിലേക്ക് ഓരോ ദിവസവും വന്ന് തള്ളിക്കയറിക്കൊണ്ടിരിക്കുകയാണ്. So these things are bombarding our thoughts through our five senses every day and are trying to manipulate our choices. നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിൽ കൂടെ നമ്മുടെ ചിന്തകളിലേക്ക് ഈ കാര്യങ്ങൾ ഇടിച്ചു കയറിക്കൊണ്ട് നമ്മെ മാറ്റുവാൻ രൂപാന്തരപ്പെടുത്തുവാൻ ശ്രമിക്കുന്നു. For example, a person who is browsing on the internet in one day will have seen an average of 3,000 advertisements. ഇന്റർനെറ്റില് പരസ്യങ്ങൾ പരതുന്ന ഒരു മനുഷ്യന് ഒരു ദിവസം ഏകദേശം 3000-ഓളം പരസ്യങ്ങൾ താൻ കണ്ടിരിക്കും. Buy this, buy this, buy. The advertisement is saying, buy this. ഇത് വാങ്ങുക എന്ന് ആ പരസ്യങ്ങൾ പറയുന്നു. Or sign in to this website. അല്ലെങ്കിൽ ഈ വെബ്സൈറ്റിലേക്ക് പ്രവേശിക്കുക. Or make this friendship. Or start this friendship. അല്ലെങ്കിൽ ഈ ഒരു ഒരു ബന്ധം തുടങ്ങുക. So every day human beings are being bombarded by these external influences that are trying to change his decisions. മനുഷ്യന്റെ തീരുമാനങ്ങളെ മാറ്റുവാൻ ശേഷിയുള്ള ബാഹ്യമായ ഇപ്രകാരമായ പ്രേരണകൾ നിമിത്തം പ്രേരണകൾ മനുഷ്യന്റെ ഉള്ളിലേക്ക് ഓരോ ദിവസവും ഇടിച്ചു കയറിക്കൊണ്ടിരിക്കുന്നു. So the sin within and the external influences without. നമ്മുടെ ഉള്ളതായ പാപവും പുറത്തുനിന്നുള്ള ബാഹ്യമായ ആ പ്രേരണകളും. Now here is the danger. ഇവിടെയാണ് ആ അപകടമുള്ളത്. The sin within is married to the external influences without, and our heart doesn't have the strength to resist these things. That's why we are a fallen race. നമ്മുടെ ഹൃദയത്തിലുള്ളതായ പാപം ഈ പുറത്തു നിന്നുള്ള ബാഹ്യമായ പ്രേരണകളിലേക്ക് അത് ചാഞ്ഞിരിക്കുന്നത് കൊണ്ട് നമ്മുടെ ഹൃദയത്തിന് അതിനെ എതിർത്ത് നിൽക്കുവാനുള്ള ശക്തിയില്ല. That's why our decisions are always wrong. അതുകൊണ്ടാണ് നമ്മുടെ തീരുമാനങ്ങൾ എല്ലായ്പ്പോഴും തെറ്റിപ്പോകുന്നത്. That's why we have lost the capacity to choose life. അതുകൊണ്ടാണ് ജീവൻ തിരഞ്ഞെടുക്കുവാനുള്ള കഴിവ് നമുക്ക് നഷ്ടമായി പോയിരിക്കുന്നത്. Let me start again this way. നാം ഇപ്രകാരം വീണ്ടും തുടങ്ങുമ്പോൾ, I was listening to a debate a few years ago
two atheists and two theists. ഞാൻ ചില വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഡിബേറ്റ് പ്രസംഗം തർക്കം ശ്രദ്ധിക്കുകയായിരുന്നു. രണ്ട് നിരീശ്വരവാദികളും രണ്ട് ഈശ്വരവാദികളും. One of the two atheists was a woman. രണ്ട് നിരീശ്വരവാദികളിൽ ഒന്ന് ഒരു സ്ത്രീയായിരുന്നു. In the course of the debate, she made a statement like this. ആ തർക്കത്തിന് ഇടയിൽ താൻ ഇപ്രകാരം ഒരു പ്രസ്താവന നടത്തി: If there is a God who's forcing me to obey him or otherwise go to hell, I'd rather go to hell. എന്നെ അനുസരിക്കുക ഇല്ലെങ്കിൽ നരകത്തിൽ പോകുക എന്ന് എന്നെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദൈവത്തെ അനുസരിക്കുന്നതിനേക്കാൾ ഞാൻ നരകത്തിൽ പോകുവാനാണ് ഇഷ്ടപ്പെടുന്നത്. I'll say it again. ഞാൻ വീണ്ടും പറയാം. This woman argues, her logic, her reasoning is this: if there's a God who says, obey me, obey my law, otherwise I'll send you to hell, I'd rather go to hell. I don't want to live with such a God. ഈ സ്ത്രീ ഇപ്രകാരമാണ് കണക്ക് കൂട്ടുന്നത്, പറയുന്നത്, തന്റെ ചിന്താഗതി ഇപ്രകാരമാണ്: എന്നെ അനുസരിക്കുക ഇല്ലെങ്കിൽ നരകത്തിലേക്ക് പോകുക എന്ന് പറയുന്ന ഒരു ദൈവം ഉണ്ടെങ്കിൽ ആ ദൈവത്തെ അനുസരിക്കുന്നതിനേക്കാൾ നല്ലത് നരകത്തിലേക്ക് പോകുവാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. That sounds very reasonable, isn't it? അത് ഒരു കാരണമുള്ളതായി അല്ലെങ്കിൽ നല്ലതായി നമുക്ക് തോന്നുന്നു. Because if God is going to make us free, he should allow us to do what we like, isn't it? He makes us free and then says, do what I like. That's not freedom. ദൈവം നമുക്ക് സ്വാതന്ത്ര്യം നൽകുന്നുവെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്യുവാൻ അവൻ നമ്മെ അനുവദിക്കണം. അവൻ നമുക്ക് സ്വാതന്ത്ര്യം നൽകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറയുന്നത് അനുസരിക്കുക എന്നാണ് പറയുന്നത്. So if God says, I give you freedom, but you must do what you like, how is that freedom? ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകുന്നു എന്ന് ദൈവം പറയുന്നു, പക്ഷെ നിങ്ങൾ എന്നെ അനുസരിക്കണമെന്ന് പറയുമ്പോൾ ആ സ്വാതന്ത്ര്യം അത് എപ്രകാരമുള്ളതാണ്? So before we answer that question, ആ ചോദ്യത്തിന് നാം ഉത്തരം നൽകുന്നതിന് മുമ്പ്, in order to answer that question that woman made, a statement, ആ സ്ത്രീ നടത്തിയതായ പ്രസ്താവനയ്ക്ക് ഒരു ഉത്തരം നൽകേണ്ടതിന് we have to ask certain questions. നാം ആ ചോദ്യത്തിന് ഉത്തരം പറയണം. So this woman is saying, here God is saying he gives us freedom. ഈ സ്ത്രീ പറയുന്നത് ദൈവം ഇവിടെ നിന്നിട്ട് സ്വാതന്ത്ര്യം നൽകുന്നു എന്ന് പറയുന്നു. And then says, I must obey him. എന്നിട്ട് പറയുകയാണ് ഞാൻ അവനെ അനുസരിക്കണം. So the question that we asked to that woman is, ആ സ്ത്രീയോട് ഞങ്ങൾ ചോദിച്ച ചോദ്യം ഇതാണ്. see, we are not answering the question immediately, but we are slowly going towards the answer. അത് ഉടനെ ഉത്തരം പറയുകയല്ല, പക്ഷെ ഉത്തരത്തിലേക്ക് പതുക്കെ പോകുന്ന ഒന്നാണ്. The first question is, why is there that unwillingness in you to obey God? എന്തുകൊണ്ടാണ് ദൈവത്തെ അനുസരിക്കുന്നതിനുള്ള ഒരു മനസ്സില്ലായ്മ നിന്നിൽ കാണപ്പെടുന്നത്? You say, God is removing my freedom because he's forcing me. My question is, why do you call that forcing? ദൈവം എന്റെ സ്വാതന്ത്ര്യം കളയുന്നു, അവൻ എന്നെ നിർബന്ധിക്കുന്നു എന്നാണല്ലോ പറയുന്നത്. എന്തുകൊണ്ടാണ് ആ നിർബന്ധം എന്ന് പറയുന്നത്? Why are you restless when God calls you to obey him? ദൈവത്തെ അനുസരിക്കുവാൻ ദൈവം നിങ്ങളെ വിളിക്കുമ്പോൾ എന്തുകൊണ്ടാണ് അസ്വസ്ഥരാകുന്നത്? He is giving you the freedom to not obey him also. അവനെ അനുസരിക്കാതിരിക്കുവാനുള്ള സ്വാതന്ത്ര്യം അവൻ നൽകുന്നുവല്ലോ. And he is not threatening you, he is only saying, obey me. അവൻ ഭീഷണിപ്പെടുത്തുന്നില്ല, എന്നെ അനുസരിക്കണമെന്ന് പറയുന്നല്ലേ ഉള്ളൂ. Why are you so unwilling? What is that inside you that is making you unwilling to obey God? എന്തുകൊണ്ടാണ് അതിനൊട്ടും മനസ്സിലാത്തത്? എന്തുകൊണ്ടാണ് ദൈവം പറയുന്നത് അനുസരിക്കുവാൻ മനസ്സില്ലാത്തതായി നിങ്ങളെ മാറ്റുന്നതായി നിങ്ങളുടെ ഉള്ളിലുള്ളത്? Is it not because of a restlessness that exists within, because the person wants to go to the other side, which God does not want him to go? ആ അസ്വസ്ഥത ഉള്ളിൽ ഉണ്ടാകുന്നതിന് കാരണം ആ വ്യക്തി ദൈവം ഇവൻ ഒരിക്കലും പോകരുത് എന്ന് ആഗ്രഹിക്കുന്ന ആ ഭാഗത്തേക്ക് പോകുവാനുള്ള ആഗ്രഹം ഉള്ളിൽ കിടക്കുന്നത് കൊണ്ടാണ്. The second question, രണ്ടാമത്തെ ചോദ്യം, God who gave us this freedom, നമുക്ക് ഈ സ്വാതന്ത്ര്യം നൽകിയ ദൈവം, is he so stupid or so senseless or so foolish to deprive us of the very freedom that he gave us and say, obey me or I'll send you to hell? നമുക്ക് സ്വാതന്ത്ര്യം നൽകുന്നു എന്ന് പറഞ്ഞ സ്വാതന്ത്ര്യം നൽകിയിട്ട് അതേ സ്വാതന്ത്ര്യം പിടിച്ചു പറിക്കുവാൻ തക്കവണ്ണം ദൈവം ഒരു ഭോഷനോ മണ്ടനോ അല്ലെങ്കിൽ വിവരമില്ലാത്തവനോ ആണോ? God who provided that free will to choose, which he did not put in animals. തിരഞ്ഞെടുക്കുവാനുള്ള ആ സ്വാതന്ത്ര്യം നമ്മുടെ ഉള്ളിൽ ദൈവം വെച്ചു, അത് മൃഗങ്ങൾക്ക് അവൻ കൊടുത്തില്ല. Will he not, when he asks us to choose him, does it not mean he has something in himself to satisfy that freedom? നാം അവനെ അനുസരിക്കണം എന്ന് അവൻ നമ്മോട് ആവശ്യപ്പെടുമ്പോൾ ആ സ്വാതന്ത്ര്യത്തെ തൃപ്തിപ്പെടുത്തുന്ന എന്തോ ഒന്ന് അവനിൽ കാണാതെയിരിക്കുമോ?
So, so when we come back to the first question, നാം ആദ്യത്തെ ചോദ്യത്തിലേക്ക് തിരികെ വരുമ്പോൾ, what has made that woman restless to say, I'd rather go to hell? ഞാൻ നരകത്തിലേക്ക് പോകുവാനാണ് ഇഷ്ടപ്പെടുന്നത് എന്ന് ആ പെൺകുട്ടിയെ കൊണ്ട് പറയിക്കുവാൻ തക്കവണ്ണം അവളെ അസ്വസ്ഥയാക്കി തീർത്തത് എന്താണ്? She's seeing something in God that's worse than hell. നരകത്തേക്കാൾ മോശമായി എന്തോ ഒന്ന് അവൾ ദൈവത്തിൽ കണ്ടു. What is that? എന്താണത്? It is the sin that dwells within. അത് അവളുടെ ഉള്ളിൽ ഉണ്ടായിരുന്ന പാപമാണ്. Sin has made us enemies to God. That's why when God says, come unto me, no, you don't force me. I want to do what I like. ആ പാപം അവളെ ദൈവത്തിന്റെ ശത്രുവാക്കി തീർത്തു. അതുകൊണ്ടാണ് ദൈവം എന്റെ അടുക്കലേക്ക് വരുവിൻ എന്ന് പറയുമ്പോൾ, ഇല്ല, എനിക്ക് എന്റെ ഇഷ്ടം ചെയ്യണം എന്ന് പറയുന്നത്. I'll give you an example. ഞാനൊരു ഉദാഹരണം പറയാം. Supposing the Indian government makes a new law. ഉദാഹരണമായി ഇന്ത്യൻ സർക്കാർ ഒരു പുതിയ നിയമം ഉണ്ടാക്കുന്നു എന്ന് കരുതുക. Anyone who steals hereafter, his hands will be cut off. ഇനി മുതൽ മോഷ്ടിക്കുന്നവരുടെ എല്ലാവരുടെയും കൈ മുറിച്ചു കളയും. And then one man suddenly comes up and says, പെട്ടെന്ന് ഒരു മനുഷ്യൻ വന്നിട്ട് പറയുകയാണ്, I'm leaving this country. This country is getting too strict. ഞാൻ ഈ രാജ്യം വിട്ടു പോവുകയാണ്. ഈ രാജ്യം വളരെ കർശനമായി കൊണ്ടിരിക്കുന്നു. That law doesn't bother you, doesn't bother me. We are going to remain in India. This fellow alone wants to leave the country. Why? That law, hand-cutting law, doesn't bother you, doesn't bother me. This one man wants to leave the country. Why? ആ കൈ മുറിച്ചു കളയും എന്നുള്ളതായ നിയമം അത് നിങ്ങളെയോ ബാധിക്കുന്നില്ല, എന്നെയോ അത് ബാധിക്കുന്നില്ല. എന്തുകൊണ്ടാണ് ഈ മനുഷ്യൻ മാത്രം രാജ്യം വിട്ടു പോകണമെന്ന് ആഗ്രഹിക്കുന്നത്? Because he's a thief. താനൊരു കള്ളനാണ്. He knows if he remains here, he'll have his hand cut off. തനിക്കറിയാം താൻ ഇവിടെ നിന്നാൽ തന്റെ കൈ മുറിച്ചു കളയുമെന്ന്. So that restlessness against God is a reflection of the sin that dwells within. ദൈവത്തിന് എതിരായിട്ടുള്ള ആ അസ്വസ്ഥത നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന പാപത്തിന്റെ ഒരു പ്രതിഫലനമാണ്. When God says some laws, do this, don't do this, and you says, no, I'm leaving the country. It's because you're a thief. ദൈവം ഇത് ചെയ്യണം അല്ലെങ്കിൽ ഇത് ചെയ്യരുത് എന്ന് ചില പ്രമാണങ്ങൾ നമുക്ക് തരുമ്പോൾ, ഇല്ലില്ല ഞാൻ ഇവിടെ വിട്ടു പോകുകയാണ് എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം നമ്മുടെ ഉള്ളിൽ അതിന്റെ പാപമുണ്ട് എന്നാണ്. The reason why we think God is forcing us to do certain things, not giving us freedom, is because our very concept, our definition of freedom is mistaken, is wrong. സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞിട്ട് ചില കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടി ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നതിന് കാരണം ആ സ്വാതന്ത്ര്യം എന്ന വാക്കിന്റെ അർത്ഥം തന്നെ നാം തെറ്റിദ്ധരിച്ചു പോയിരിക്കുന്നത് കൊണ്ടാണ്. You know what is our mistaken concept or understanding of freedom? We think it's the ability to do anything. സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ നാം ചിന്തിക്കുന്നത് എന്താണെന്ന് അറിയാമോ? എന്തും ചെയ്യുവാനുള്ള സ്വാതന്ത്ര്യം എന്നാണ്. But I want to tell you, freedom is not the ability to do anything. എന്നാൽ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്, ഞാൻ പറയട്ടെ, അത് എന്തും ചെയ്യുവാനുള്ള സ്വാതന്ത്ര്യമല്ല. Because choices have consequences. കാരണം തിരഞ്ഞെടുപ്പുകൾക്ക് അതിന് പ്രതിഫലനങ്ങൾ കാണും. If you choose certain things, there are some things that come along with that choice. ചില കാര്യങ്ങൾ നിങ്ങൾ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ അതിനോട് കൂടെ മറ്റു ചിലത് കൂടി കടന്നു വരും. If you're going to choose between Pepsi Cola and Coca-Cola, നിങ്ങൾ പെപ്സി കോളയോ അല്ലെങ്കിൽ കൊക്കോകോളയോ തമ്മിൽ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ there's hardly any harm because of that choice. You can choose Pepsi or Coca-Cola. It makes no difference. അതുകൊണ്ടൊരു പ്രത്യേകിച്ച് ദോഷമൊന്നുമില്ല. നിങ്ങൾക്കത് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം. But there are choices that will affect your future. എന്നാൽ നിങ്ങളുടെ ഭാവിയെ ബാധിക്കുന്ന ചില തിരഞ്ഞെടുപ്പുകളുണ്ട്. There are choices that will affect your future in heaven. സ്വർഗ്ഗത്തിലുള്ള നിങ്ങളുടെ ഭാവിയെ ബാധിക്കുന്ന ചില തിരഞ്ഞെടുപ്പുകളുണ്ട്. There are choices that lead to heaven. There are choices that lead to hell. സ്വർഗ്ഗത്തിലേക്ക് എത്തിക്കുന്ന തിരഞ്ഞെടുപ്പുകളുണ്ട്, നരകത്തിലേക്കും എത്തിക്കുന്ന തിരഞ്ഞെടുപ്പുകളുമുണ്ട്. So if choices had no consequences, there's no problem at all. ഈ തിരഞ്ഞെടുപ്പുകൾക്ക് യാതൊരു പരിണിത ഫലവും ഇല്ല എങ്കിൽ അതുകൊണ്ട് യാതൊരു കുഴപ്പവും ഇല്ല. Supposing you're going to drink Pepsi 10 times a day. നിങ്ങൾ ഒരു ദിവസം 10 പ്രാവശ്യം പെപ്സി കുടിക്കുന്നു എന്ന് കരുതുക. And you'll have people coming to you, hey, don't do that. ആ ചിലർ വന്ന് പറയുകയാണ്, അത് അങ്ങനെ ചെയ്യരുത്, You'll spoil your health. അത് നിങ്ങളുടെ ആരോഗ്യത്തെ നശിപ്പിക്കും, You'll get holes in your belly. നിങ്ങളുടെ വയറില് അതുകൊണ്ട് തുള വീഴും. Not only that, അത് മാത്രമല്ല, a person who drinks Pepsi 10 times a day
is not only going to get holes in her belly, he's going to get holes in his soul also, because there's an addiction problem there. ഒരു ദിവസം 10 പ്രാവശ്യം ഈ പെപ്സി കുടിക്കുന്ന ഒരു വ്യക്തിക്ക് അവന്റെ ആമാശയത്തിൽ തുള വീഴുമെന്ന് മാത്രമല്ല, അവന്റെ ആത്മാവിലും ഒരു ദ്വാരമുണ്ടാകും. കാരണം അവൻ അതിന്റെ അടിമയായി പോകുകയാണ്. Finally, that choice, though he's free to choose, initially it seems to be harmful, but even that can become dangerous. അവിടെ അവന് തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ആദ്യം അത് കുഴപ്പമില്ല എന്ന് തോന്നുമെങ്കിലും പിന്നീട് അത് അപകടത്തിലേക്കാണ് ചെന്നെത്തിക്കുന്നത്. So choices have consequences. So to say freedom is the ability to do anything is not freedom. തെരഞ്ഞെടുപ്പുകൾക്ക് പരിണിത ഫലങ്ങളുണ്ട്. സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ ഇഷ്ടമുള്ളത് എന്തും ചെയ്യുവാൻ തെരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യമല്ല. There was a man called Oscar Wilde. ഓസ്കാർ വൈൽഡ് എന്ന് പേരുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. Literature and philosophy students will know about him. Literature students and philosophy students will know about him. ലിറ്ററേച്ചർ പഠിക്കുന്ന അല്ലെങ്കിൽ തത്വജ്ഞാനം പഠിക്കുന്ന കുട്ടികൾക്ക് തന്റെ തത്വങ്ങൾ അറിയാം. He wrote a novel, the only novel he wrote, the Picture of Dorian Gray, the picture of a man called Dorian Gray. താനെ ഒരു പുസ്തകം, ഒരു നോവൽ എഴുതി. അതിന്റെ പേര് നോറിയൻ ഗേ എന്ന് പറയുന്ന, നോറിയൻ ഗേയുടെ ചിത്രം എന്നാണ് അതിന്റെ പേര്. So in that he was trying to reflect what was his inner passions. അതില് തന്റെ ആന്തരികമായ ഇച്ഛകൾ എന്തൊക്കെയായിരുന്നു എന്ന് താൻ വെളിപ്പെടുത്തുവാൻ ശ്രമിച്ചു. What he thought was what everyone normally thinks. Freedom is the ability to do anything. That means for him, hedonism or the pursuit of pleasure. Pleasure is the ultimate happiness and good. Everyone must pursue pleasure. That was his philosophy. എല്ലാവരും ചിന്തിച്ചത് തന്നെയാണ് താനും ചിന്തിച്ചു കൊണ്ടിരുന്നത്. സന്തോഷം അനുഭവിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത് എന്നായിരുന്നു തന്റെ തത്വം. Do what you like. നിനക്ക് ഇഷ്ടമുള്ളത് ചെയ്യുക. What gives you happiness? What gives you pleasure? Pursue that. നിനക്ക് എന്ത് സന്തോഷം നൽകുന്നു, എന്ത് ആനന്ദം നൽകുന്നു, അതിനെ പിന്തുടർന്നു കൊള്ളുക. And that is what Oscar Wilde did as well. അതാണ് ഈ ഓസ്കാർ വൈൽഡ് ചെയ്തതും. And he reflected that in this novel that he wrote. താൻ എഴുതിയതായ ആ നോവലിൽ താൻ ഇത് പ്രതിഫലിപ്പിച്ചു. And he wrote the result of that also in that novel. താൻ അതിന്റെ ഫലത്തെക്കുറിച്ചും ഈ നോവലിൽ എഴുതി വെച്ചു. There was a very young, handsome youngster. വളരെ സൗന്ദര്യമുള്ള ഒരു യൗവനക്കാരനുണ്ടായിരുന്നു. And he was, very handsome. One day an artist came to him. വളരെ സൗന്ദര്യവാനായിരുന്നു താൻ. ഒരു ദിവസം ഒരു ചിത്രകാരൻ തന്റെ അടുക്കൽ വന്നു. And said, let me draw a painting of you. ഞാൻ നിങ്ങളുടെ ഒരു ചിത്രം വരച്ചു കൊള്ളട്ടെ എന്ന് ചോദിച്ചു. So as that young boy sat, the painter started painting on the canvas. ആ ചെറിയ ആൺകുട്ടി ഇരുന്നപ്പോൾ ആ ചിത്രകാരൻ തന്നെ വരയ്ക്കുവാൻ തുടങ്ങി. And after the painting was over, the artist showed the picture of Dorian Gray to Dorian Gray. ആ ചിത്രം വരച്ചു കഴിഞ്ഞതിന് ശേഷം ആ ചിത്രകാരൻ ആ പടം ഈ ഡോറിയൻ ഗ്രേയെ കാണിച്ചു. And when Dorian Gray looked at himself, he fell in love with his own picture. ആ ഡോറിയൻ ഗ്രേ ആ ചിത്രത്തിലേക്ക് നോക്കിയപ്പോൾ തന്റെ ചിത്രം കണ്ട് ആ ചിത്രത്തോട് തനിക്ക് തന്നെ പ്രണയമായി. Oh, I'm so handsome. ഞാൻ വളരെ സുന്ദരനാണ്. And then he wished within himself. അവൻ തന്റെ ഉള്ളിൽ ഇങ്ങനെ ആഗ്രഹിച്ചു. After a few years, I'm going to grow old. ചില വർഷങ്ങൾക്ക് ശേഷം എനിക്ക് പ്രായമാകും. My face is going to change. എന്റെ മുഖം മാറും. But this picture will be handsome all the time. എന്നാൽ ഈ ചിത്രം എല്ലായ്പ്പോഴും സൗന്ദര്യമുള്ളതായിരിക്കും. If only I can be like this picture and this picture can be like me. എനിക്ക് ഈ ചിത്രത്തെ പോലെ ആകുവാനും ഈ ചിത്രത്തിന് ഞാനാകുവാനും കഴിഞ്ഞിരുന്നുവെങ്കിൽ then I will be young all the time. This picture will grow old. ഞാൻ അപ്പോൾ എന്നും യൗവനക്കാരനായിരിക്കും, ഈ ചിത്രം പ്രായമായി തീരും. So when Dorian Gray made that wish was granted. ഡോറിയൻ ഗ്രേക്ക് അങ്ങനെ ഒരു ആഗ്രഹം വന്നപ്പോൾ തന്റെ ആ ആഗ്രഹം നൽകി. He remained young. After many years, he was always young. പല വർഷങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ അനേക വർഷങ്ങൾ ഞാൻ യൗവനക്കാരനായിരിക്കും. And the picture was growing old. ആ ചിത്രത്തിന് പ്രായമായിക്കൊണ്ടിരുന്നു. In the picture, Dorian Gray was getting wrinkles. ആ ചിത്രത്തിലുള്ള തനിക്ക് ജരാനരകളൊക്കെ ബാധിച്ചു. So because of this, Dorian Gray became so happy, he started indulging in terrible sexual sins. ഇതുകൊണ്ട് ആ ഡോറിയൻ ഗ്രേക്ക് വളരെ സന്തോഷമായി വളരെ മ്ലേച്ഛകരമായ ലൈംഗിക
പാപങ്ങളിൽ താൻ ഇടപെടുവാനിടയായി. So in the picture, even the sin was showing. His face was not only growing old, it was becoming ugly and distorted. ആ ചിത്രത്തില് തനിക്ക് പ്രായമാകുക മാത്രമല്ല ചെയ്തത്, തന്റെ മുഖം വളരെ വൃത്തികേടായി മോശമായി തീരുവാൻ തുടങ്ങി. The sin was showing in the picture. ആ പാപമാണ് ആ ചിത്രത്തിൽ വെളിപ്പെട്ട് വന്നുകൊണ്ടിരുന്നത്. So he did one thing. താൻ അതുകൊണ്ട് ഒരു കാര്യം ചെയ്തു. He took this picture and said, I don't want to see this again. It's making me restless. And he went and put it in a storeroom upstairs. തനിക്ക് അസ്വസ്ഥത തോന്നിയിട്ട് എനിക്ക് ഇത് കാണണ്ട എന്ന് പറഞ്ഞിട്ട് ആ ചിത്രം എടുത്തുകൊണ്ട് ഒരു സ്റ്റോറിൽ കൊണ്ടുപോയി വെച്ചു. And afterwards he continued sinning. Now that picture is not there to disturb me. അതിനുശേഷം താൻ പാപം തുടർന്നുകൊണ്ടിരുന്നു. ഇപ്പോൾ എന്നെ അസ്വസ്ഥമാക്കുവാൻ ആ പടം ഇവിടെ ഇല്ലല്ലോ. After some time he committed a murder. ചില നാളുകൾക്ക് ശേഷം താൻ ഒരു കൊലപാതകം നടത്തി. Then he had a curiosity. Let me see what happened to the picture because of the murder. അപ്പോൾ തനിക്ക് ഉള്ളിൽ ഒരു ജിജ്ഞാസ ഉണ്ടായി, ഈ കൊലപാതക നിമിത്തം ആ ചിത്രത്തിൽ എന്ത് മാറ്റം സംഭവിച്ചു കാണും. So he went to the storeroom. താൻ ആ സ്റ്റോർ റൂമിലേക്ക് ചെന്നു. And he took the picture out. താൻ ആ ചിത്രം പുറത്തെടുത്തു. And he saw there was a streak of blood from his chest coming down in the picture. ആ ചിത്രത്തിൽ നോക്കിയപ്പോൾ തന്റെ നെഞ്ചിൽ നിന്ന് രക്തം ഇങ്ങനെ ധാരയായിട്ട് ഒഴുകുന്നതായി കണ്ടു. This made him very restless. ഇത് തനിക്ക് വളരെ അസ്വസ്ഥതയുണ്ടാക്കി. So you know what he did? താൻ എന്ത് ചെയ്തെന്ന് നിങ്ങൾക്കറിയാമോ? He said, why keep this picture? എന്തിന് ഞാൻ ഈ ചിത്രം സൂക്ഷിച്ചു വെക്കണം? I'll get rid of this picture, then I can live peacefully. ഈ ചിത്രം അങ്ങ് ഒഴിവാക്കിയാൽ എനിക്ക് സമാധാനത്തോടെ ജീവിക്കാമല്ലോ. So he went to the kitchen and took a knife. താൻ അതുകൊണ്ട് അടുക്കളയിൽ ചെന്ന് ഒരു കത്തി എടുത്തു. And he stabbed the picture. ആ ചിത്രത്തിൽ താൻ അത് കുത്തിക്കയറ്റി. The woman, a servant woman in the house, heard a scream upstairs in the storeroom. ആ വീട്ടില് ഉണ്ടായിരുന്നതായ വേലക്കാരത്തി താൻ മുകളിലായിരുന്നു. അപ്പോൾ സ്റ്റോർ റൂമിൽ ഒരു വലിയ നിലവിളിയുടെ ശബ്ദം അവൾ കേട്ടു. So she went upstairs to the storeroom. താൻ പെട്ടെന്ന് മുകളിലുള്ള സ്റ്റോർ റൂമിലേക്ക് കയറിപ്പോയി. She went and looked inside. താൻ ആ റൂമിന്റെ ഉള്ളിലേക്ക് ചെന്നു. You know what she saw? താൻ ആരെയും കണ്ടില്ല. No, do you know what she saw? താൻ എന്താണ് കണ്ടതെന്ന് അറിയുമോ? She saw a picture of a very young handsome boy lying on the floor with a knife inside, and next to it was a very old ugly man dead, lying dead. അവിടെ ഒരു വളരെ സുന്ദരനായ യൗവനക്കാരനായ ഒരു വ്യക്തിയുടെ ചിത്രം, അതിന്റെ നെഞ്ചിലൊരു കത്തി കുത്തിക്കയറ്റിയിട്ട് അത് അവിടെ കിടപ്പുണ്ടായിരുന്നു. അതിന് തൊട്ടടുത്ത് തന്നെ വളരെ പ്രായം ചെന്ന ഒരു മനുഷ്യൻ ചത്തുകിടന്നിരുന്നു. This is the end of the story. ഇതാണ് ആ കഥയുടെ അവസാനം. This was written by a man called Oscar Wilde, who thought that we should live as we like. നമുക്ക് ഇഷ്ടമുള്ളതുപോലെ നാം ജീവിക്കണം എന്ന് ചിന്തിച്ച ഓസ്കാർ വൈൽഡ് എന്ന പേരുള്ള ഒരു മനുഷ്യൻ എഴുതിയതായ ഒരു കഥയാണിത്. So at the end of the story, what do we understand? ഈ കഥയുടെ അവസാനം നമുക്ക് എന്താണ് മനസ്സിലാകുന്നത്? He was trying to reflect his own life history in that novel. തന്റെ തന്നെ ജീവിത ചരിത്രം ആ നോവലിൽ കൂടെ താൻ വെളിപ്പെടുത്തുവാൻ പരിശ്രമിക്കുകയായിരുന്നു. I thought that living as I like will give me pleasure. ഞാൻ ചിന്തിച്ചത് എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിച്ചാൽ എനിക്കത് സന്തോഷം നൽകുമെന്നാണ്. And it did give me pleasure. അത് എനിക്ക് സന്തോഷം നൽകുകയും ചെയ്തു. But one day I have to stop acting and realize my original state. എന്നാൽ ഒരു ദിവസം എന്റെ ഈ അഭിനയമൊക്കെ നിർത്തിയിട്ട് എന്റെ യഥാർത്ഥ അവസ്ഥ ഞാൻ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. One day I have to meet death, and that day I will understand what is my true state. ഒരു ദിവസം ഞാൻ മരണത്തെ സന്ധിക്കേണ്ടി വരും. അന്നാണ് എന്റെ യഥാർത്ഥ അവസ്ഥ എന്ത് എന്ന് ഞാൻ മനസ്സിലാക്കുകയുള്ളൂ. This man who lived as he liked, ഈ മനുഷ്യൻ തനിക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിച്ചു. when he died in a mental asylum. ഈ മനുഷ്യൻ മരിച്ചപ്പോൾ താനൊരു മാനസിക ആരോഗ്യ കേന്ദ്രത്തിലാണ് താൻ മരിച്ചത്. So his concept that you can live as you like, that's life, ended up wrong. As he wrote in his novel, that's how he lived, that's how he died. തന്റെ ചിന്താഗതി എന്ന് പറയുന്നത് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കുക ചെയ്യുക എന്നാണ്. അതാണ് താൻ എഴുതിയത്, അതുപോലെ താൻ ജീവിക്കുകയും ചെയ്തു. I remember sharing with you, I don't know in which local faith home, a few years ago, that in one of the books, Bibles written by Satan, there is a verse which says, an evil spirit inspired a man to write that book. It says, do as thou wilt shall be the whole of the law. ഞാൻ മുമ്പൊരിക്കൽ പറഞ്ഞ കാര്യം ഓർക്കുകയാണ്.
പിശാചിനാൽ പ്രേരിതനായിട്ട് ഒരു മനുഷ്യൻ ഒരു പുസ്തകം എഴുതി. അതിൽ താൻ ഇപ്രകാരം എഴുതി വെച്ചു: നിനക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യുക എന്നുള്ളതാകുന്നു മുഴുവൻ ന്യായപ്രമാണവും പറയുന്നത്. So our misconception of freedom, that we can do anything we like, is actually an inspiration of the devil. നമുക്ക് ഇഷ്ടമുള്ളതെല്ലാം ചെയ്യാം എന്നുള്ളതാണ് സ്വാതന്ത്ര്യം എന്നുള്ള നമ്മുടെ തെറ്റിദ്ധാരണയുടെ കാരണം, അല്ലെങ്കിൽ അതിന്റെ പ്രേരണ എന്നുള്ളത് പിശാചാണ്. This particular quote from the devil's Bible, it's called the book of the law, and do as thou wilt, is being used by so many people in pop songs, as dialogues in films, written on t-shirts, as tattoos and so on. ഈ പിശാചിന്റെ വേദപുസ്തകം എന്നറിയപ്പെടുന്ന ആ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന നിനക്ക് ഇഷ്ടമുള്ളതുപോലെ ഒക്കെ ചെയ്യുക എന്നുള്ളതാണ് മുഴുവൻ ന്യായപ്രമാണം പറയുന്നത് എന്നുള്ളതായ ആ വാചകം പല സിനിമകളില് ഡയലോഗായിട്ട് സംസാരമായിട്ട് പറയുന്നു, ടീഷർട്ടുകളിൽ എഴുതുന്നു, കയ്യിൽ പച്ച കുത്തുന്നു, പാട്ടുകളിൽ റോക്ക് മ്യൂസിക്കിലൊക്കെ അത് വരികളായിട്ട് ഉപയോഗിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. So freedom is not the ability to do what one likes. ഒരു വ്യക്തിക്ക് ഇഷ്ടമുള്ളതെല്ലാം ചെയ്യുക എന്നുള്ളതല്ല സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. Although it might seem like that, what we must realize is there are right choices and wrong choices. Right choices have their consequences, wrong choices have their consequences. So though we can do what we like, we must face those consequences. നാം അതുപോലെ തോന്നും എങ്കിൽ തന്നെയും ശരിയായ തെരഞ്ഞെടുപ്പുണ്ട്, തെറ്റായ തെരഞ്ഞെടുപ്പുണ്ട്. ശരിയായ തെരഞ്ഞെടുപ്പിന് അതിന്റെ പരിണിത ഫലമുണ്ട്, തെറ്റായ തെരഞ്ഞെടുപ്പിനും അതിന്റേതായ പരിണിത ഫലമുണ്ട്. നാം അതിനെ നേരിടേണ്ടതായിട്ട് വരും. So we must redefine freedom according to the scriptures. നാം ദൈവവചനത്തിനനുസരിച്ച് സ്വാതന്ത്ര്യം എന്നുള്ളതിന് വീണ്ടും നാം വ്യാഖ്യാനിക്കണം. What is true freedom? എന്താണ് യഥാർത്ഥ സ്വാതന്ത്ര്യം? Freedom is the power to do not anything but the right thing. സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് എന്തും ചെയ്യുവാനുള്ള സ്വാതന്ത്ര്യമല്ല, ശരിയായ കാര്യം ചെയ്യുവാനുള്ള സ്വാതന്ത്ര്യമാണ്. So freedom is the ability, the power to do the right thing. സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ശരിയായ കാര്യം ചെയ്യുവാനുള്ള കഴിവാണ്. But the sad truth is, I told you, we were made with that freedom, but we have lost that freedom. Although we have that ability to make 15,000 thoughts in a second, we have lost control. എന്നാൽ ദുഃഖകരമായ സത്യമെന്ന് പറയുന്നത്, നമുക്ക് ആ സ്വാതന്ത്ര്യം നൽകിയിരുന്നു, എന്നാൽ ആ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. ഒരു സെക്കൻഡിൽ 15,000-ഓളം ചിന്തകൾ നടത്തുവാനുള്ള കഴിവ് നമുക്കുണ്ടെങ്കിൽ തന്നെയും ശരിയായ തീരുമാനമെടുക്കുവാൻ, തെരഞ്ഞെടുപ്പ് നടത്തുവാനുള്ള സ്വാതന്ത്ര്യം നമുക്ക് നഷ്ടമായി പോയിരിക്കുന്നു. So we are all very intelligent beings. We can make cars and we have nanotechnology. We can go to the moon, but we have lost our freedom. നാമൊക്കെ വളരെ ബുദ്ധിശാലികളാണ്, കാറുകൾ ഉണ്ടാക്കുന്നു, നാനോ ടെക്നോളജി ഉണ്ട്, ചന്ദ്രനിലൊക്കെ പോകുന്നു, പക്ഷെ സ്വാതന്ത്ര്യം നഷ്ടമായി പോയി. We have lost our power to do the right thing. ശരിയായ കാര്യം ചെയ്യുവാനുള്ള ആ ശക്തി നമുക്ക് നഷ്ടമായി പോയി. That's why in Proverbs chapter 14 and verse 12, അതുകൊണ്ടാണ് സദൃശ്യവാക്യങ്ങൾ 14-12 വാക്യത്തിൽ വായിക്കുന്നത്. we read a very familiar verse there. വളരെ പരിചിതമായ ഒരു വാക്യമാണത്. Now see why it is written. എന്തുകൊണ്ടാണ് അത് എഴുതിയിരിക്കുന്നത്? ചിലപ്പോൾ ഒരു വഴി മനുഷ്യന് ചൊവ്വായി തോന്നും, അതിന്റെ അവസാനമോ മരണവഴികൾ അത്രേ. There is a way which seemeth right unto a man, but the end thereof are the ways of death. So there is a way which seemeth right unto a man. ചിലപ്പോൾ ഒരു വഴി മനുഷ്യന് ചൊവ്വായി തോന്നും. That means when you and I use our human brains and we have a multiplicity of options before us. ഞാനും നിങ്ങളും നമ്മുടെ മാനുഷികമായ ബുദ്ധി ഉപയോഗിക്കുമ്പോൾ നമ്മുടെ മുമ്പാകെ പല അനേകമായ തെരഞ്ഞെടുപ്പിന്റെ സാഹചര്യങ്ങളുണ്ട്. And you use your brains and your experience to try to make the right choice. The Bible says you will make the wrong choice and the end of it is death. നിങ്ങളുടെ തലച്ചോറും അല്ലെങ്കിൽ ബുദ്ധിയും നിങ്ങളുടെ അനുഭവം ഉപയോഗിച്ച് ശരിയായ തിരഞ്ഞെടുപ്പ് നടത്തുവാൻ പരിശ്രമിച്ചൊരു തീരുമാനമെടുക്കുന്നു. പക്ഷേ വേദപുസ്തകം പറയുന്നത് അത് ചൊവ്വായി തോന്നും, പക്ഷെ അതിന്റെ അവസാനമോ മരണവഴികൾ അത്രേ. In other words, with our wisest decisions, our best decisions by our own, without Jesus, cannot get us anywhere near heaven. മറ്റു വാക്കുകളിൽ പറഞ്ഞാല്, നമ്മുടെ ഏറ്റവും ബുദ്ധിപരമായ തീരുമാനത്തിന് യേശുവിനെ കൂടാതെ നമ്മുടെ സ്വന്തം കഴിവുകൊണ്ട് നമ്മൾ എടുക്കുന്ന ഏറ്റവും നല്ല തീരുമാനത്തിന്, ഏറ്റവും ബുദ്ധിയേറിയ തീരുമാനത്തിന് പോലും നമ്മെ സ്വർഗത്തിന്റെ 7 അയലോകത്ത് പോലും എത്തിക്കുവാൻ കഴിയുകയില്ല. If you turn to Psalm 39 and read verse 5. 39-ാം സങ്കീർത്തനം 5-ാം വാക്യം വായിക്കുമ്പോൾ,
ഇതാ നീ എന്റെ നാളുകളെ 4 വിരൽ നീളമാക്കിയിരിക്കുന്നു. എന്റെ ആയുസ് നിന്റെ മുൻപാകെ ഏതും ഇല്ലാത്തതുപോലെ ഇരിക്കുന്നു. ഏത് മനുഷ്യനും ഉറച്ചു നിന്നാലും ഒരു ശ്വാസമത്രേ. Behold, thou hast made my days as an handbreadth, and mine age is as nothing before thee. Verily, every man at his best age is altogether vanity. The last part of that verse in English, ആ വാക്യത്തിന്റെ അവസാന ഭാഗം ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ, every man at his best state is altogether vanity. ഏത് മനുഷ്യനും അവന്റെ ഏറ്റവും ഉന്നതമായ അവസ്ഥയിലും മായയിലായിരിക്കുന്നു, അല്ലെ മായയാകുന്നു. Supposing you ask a cricket player, നിങ്ങളൊരു ക്രിക്കറ്റ് കളിക്കാരനോട് ഇങ്ങനെ ചോദിക്കുന്നു എന്ന് കരുതുക, what is the best time of your life? നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല സമയം ഏതാണ്? He will speak of that time where he scored the most runs, or where he broke a record, where he was most popular. That's the best part of my life. ഏറ്റവും കൂടുതൽ റൺസ് ഉണ്ടാക്കിയ കാലത്ത്, അല്ലെങ്കിൽ താൻ ഒരു റെക്കോർഡ് തകർത്ത സമയത്ത്, അതൊക്കെ തന്റെ ഏറ്റവും ഉയർന്ന ഫോമിൽ നിന്ന സമയം, അതൊക്കെ ഒരുപക്ഷെ താൻ തന്റെ ഏറ്റവും നല്ല സമയം എന്ന് പറഞ്ഞേക്കാം. You ask a student, what's the best part of your life as a student? He will think of those days when he scored the highest marks in his class. That was the best part of my life. ഒരു വിദ്യാർത്ഥിയോട് നിങ്ങൾ ചോദിക്കുകയാണ്, നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല സമയം ഏതായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ, അവന്റെ ജീവിതത്തിലെ ഏറ്റവും ഉയർന്ന മാർക്കുകൾ പരീക്ഷയിൽ വാങ്ങിയ സമയമാണെന്ന് പറഞ്ഞേക്കാം. The Bible says, without Jesus, the best part of your life is not just vanity, altogether vanity. വേദപുസ്തകം പറയുന്നത്, യേശുവിനെ കൂടാതെ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല സമയം, ഏറ്റവും നല്ല കാലഘട്ടം എന്ന് പറയുന്നത് മായ എന്ന് മാത്രമല്ല പറയുന്നത്, അത് മുഴുവനും മായയാകുന്നു എന്നാണ്. So the people who want to do anything they like, the devil knows that that's the road to hell. That's why he's written it in his Bible. എന്തും ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന ആ മനുഷ്യർക്ക് അത് ആ വഴി നരകത്തിലേക്കാണ് എത്തിക്കുന്നത് എന്ന് പിശാചിന് അറിയാം. അതുകൊണ്ടാണ് അവന്റെ വേദപുസ്തകത്തിൽ അവൻ അത് എഴുതി വെച്ചിരിക്കുന്നതും. In fact, those who want to do anything they like, they want to do anything they like because they are already slaves to sin. എന്തും ചെയ്യുവാനുള്ള സ്വാതന്ത്ര്യം വേണ്ടവർക്ക് അവരെന്തും ചെയ്യുവാനുള്ള സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നതിന് കാരണം അവർ പാപത്തിന്റെ അടിമകളായി തീർന്നിരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. That's why when Jesus says, "Come unto me," they don't like it. അതുകൊണ്ടാണ് യേശു എങ്കിലേക്ക് വരുവിൻ എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് വേണ്ട, വരാൻ ഇഷ്ടമില്ല എന്ന് പറയുന്നത്. That's why people would rather worship dolls than a living God. അതുകൊണ്ടാണ് ജീവനുള്ള ദൈവത്തെ ആരാധിക്കുന്നതിന് പകരം മനുഷ്യൻ പാവകളെ ആരാധിക്കുന്നത്. Because they are doll, they can worship, they can maybe get some favors also, but then it won't tell them what to do, what not to do. There is no law there. അവിടെ പാവയെ ആരാധിക്കുന്നു, ചിലപ്പോൾ അവർക്ക് ചില നന്മകൾ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ അനുഗ്രഹങ്ങളൊക്കെ ലഭിച്ചേക്കാം. പക്ഷേ എന്ത് ചെയ്യണം എന്ത് ചെയ്യരുത് എന്ന് പറയുമ്പോൾ അവിടെ ഒരു പ്രമാണം വരികയാണ്. But for a person to have true freedom, ഒരു മനുഷ്യന് യഥാർത്ഥ സ്വാതന്ത്ര്യം ഉണ്ടാകേണ്ടതിന് he needs a savior. തനിക്കൊരു രക്ഷകനെ ആവശ്യമാണ്. We human beings, as we read just now, have lost the ability to make our choices freely. നാം ഇപ്പോൾ കേട്ടതുപോലെ നമുക്ക് സ്വതന്ത്രമായി തിരഞ്ഞെടുപ്പ് നടത്തുവാനുള്ള ആ അവസരം അല്ലെങ്കിൽ സാഹചര്യം നഷ്ടമായി പോയിരിക്കുന്നു. That woman who says, "I'd rather go to hell than have a God who tells me what to do," she's saying that because sin is driving her, because that God is telling her something against that sin that she wants. ഞാൻ എന്ത് ചെയ്യണമെന്ന് എന്നോട് കൽപ്പിക്കുന്ന ഒരു ദൈവത്തെ അനുസരിക്കുന്നതിനേക്കാൾ ഞാൻ നരകത്തിൽ പോകുവാനാണ് ഇഷ്ടപ്പെടുന്നത് എന്ന് പറയുന്ന ആ പെൺകുട്ടിയെ കൊണ്ട് അത് പറയിക്കുന്നത് അവളുടെ ഉള്ളിൽ വസിച്ച് അവളെ അടിമയാക്കിക്കൊണ്ടിരിക്കുന്ന ആ പാപമാണ്. So it's very sad when she goes to hell, she realizes how wrong her statement is. താൻ നരകത്തിലേക്ക് പോകുകയാണെങ്കിൽ അപ്പോഴേ അവൾ മനസ്സിലാക്കിയുള്ളൂ എത്ര ദുഃഖകരമാണ് അവൾ പറഞ്ഞത് എത്ര തെറ്റായി പോയി എന്ന്. So we human beings have lost that original freedom. നമ്മുടെ ആദ്യ സ്വാതന്ത്ര്യം മനുഷ്യജാതിക്ക് നഷ്ടമായി പോയി. If we must come back to that original freedom, ആ ആദ്യ സ്വാതന്ത്ര്യത്തിലേക്ക് നാം മടങ്ങി വരണമെങ്കിൽ we need a savior. നമുക്ക് ഒരു രക്ഷകനെ ആവശ്യമാണ്. We need to come back to that neutrality where sin is not controlling us. We are able to make healthy choices. പാപം നമ്മെ നിയന്ത്രിക്കാതെ നമുക്ക് ആരോഗ്യകരമായ ശരിയായ തീരുമാനം എടുക്കുവാൻ കഴിയുന്ന ആ മധ്യത്തിലെ അവസ്ഥയിലേക്ക് നാം മടങ്ങി വരേണ്ടിയിരിക്കുന്നു. In the key verse that we read in Galatians chapter 5 and verse 1, ഗലാത്യ ലേഖനം 5-ാം അധ്യായം 1-ാം വാക്യത്തിൽ നാം വായിച്ച കുറിവാക്യത്തില് we read of a freedom that Jesus offers. യേശു നമുക്ക് നൽകുന്ന സ്വാതന്ത്ര്യത്തെ കുറിച്ച് നാം വായിക്കുന്നു. So there is a liberty
liberty that we can regain, that liberty that we have lost, we can regain through Christ. നമുക്ക് നഷ്ടമായി പോയ സ്വാതന്ത്ര്യം നമുക്ക് ക്രിസ്തു നിമിത്തം വീണ്ടും പ്രാപിക്കുവാൻ കഴിയും. That's why Jesus came down as a human being to give us slaves his freedom. അതുകൊണ്ടാണ് യേശു ക്രിസ്തു ഒരു മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ച് അടിമകളായി നമുക്ക് അവന്റെ സ്വാതന്ത്ര്യം വാഗ്ദത്തം ചെയ്തത്. That's why Jesus said in John chapter 8, and I think it's in verse 36, if the Son therefore shall set you free, ye shall be free indeed. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 36-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകും എന്ന് എഴുതിയിരിക്കുന്നത്. That is true freedom. Free indeed means true freedom. അവിടെ സാക്ഷാൽ സ്വതന്ത്രം എന്നാണ് പറയുന്നത്, അതായത് യഥാർത്ഥ സ്വാതന്ത്ര്യം. So the secret of true freedom begins in a relationship with Jesus Christ. യഥാർത്ഥ സ്വാതന്ത്ര്യം ആരംഭിക്കുന്നത്, അതിന്റെ രഹസ്യം ആരംഭിക്കുന്നത് തന്നെ യേശുവിനോട് കൂടെയുള്ള ജീവിതത്തിലാണ്. This is the first step of Christian life. ഇതാണ് ഒരു ക്രിസ്തീയ ജീവിതത്തിന്റെ ആദ്യ ചുവട്. Doctrinally, we can say that salvation experience or born again experience is being delivered from the works of sin. ഉപദേശപരമായി നമുക്ക് വീണ്ടും ജനിക്കുന്ന അനുഭവം എന്ന് പറയുമ്പോൾ അത് മാനസാന്തരത്തിന്റെ അനുഭവത്തെ കുറിച്ച് നമുക്ക് പറയുവാൻ കഴിയും. That is true. അത് സത്യം തന്നെയാണ്. But what actually happens is why we are delivered from sin is because we now enter into a relationship with our Savior, which is Jesus. എന്തുകൊണ്ടാണ് നാം ആ പാപത്തിൽ നിന്ന് വിടുവിക്കപ്പെടുന്നത്? അതിന് കാരണം നമ്മുടെ രക്ഷകനായ യേശുവുമായി നാം ഒരു ബന്ധത്തിലേക്ക് പ്രവേശിക്കുന്നു എന്നുള്ളതാണ്. See, when Adam and Eve were in the Garden of Eden, ആദാമും ഹവ്വായും ഏദെൻ തോട്ടത്തിലായിരുന്നപ്പോൾ God told, don't go to that particular tree, the fruit of the knowledge of good and evil. It's dangerous for you. The day you eat it, you will die. ദൈവം അവരോട് പറഞ്ഞു, നന്മ തിന്മകളെ കുറിച്ചുള്ള തിരിച്ചറിവിന്റെ വൃക്ഷത്തിന്റെ അടുത്ത് പോയി അതിന്റെ ഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ നിങ്ങൾ മരിക്കും. But when man disobeyed and misused his freedom of choice and obeyed the serpent and took that fruit, എന്നാൽ മനുഷ്യൻ അനുസരണക്കേട് കാണിച്ച് തിരഞ്ഞെടുപ്പിനുള്ള അവന്റെ സ്വാതന്ത്ര്യത്തെ ദുരുപയോഗം ചെയ്ത് ആ സർപ്പത്തെ അനുസരിച്ച് ഫലം പറിച്ചെടുത്തപ്പോൾ not only was the tree of knowledge dangerous for them, the tree of life also became dangerous for them. നന്മ തിന്മകളെ കുറിച്ചുള്ള തിരിച്ചറിവിന്റെ വൃക്ഷം മാത്രമല്ല അപകടകരമായി തീർന്നത്, ജീവന്റെ വൃക്ഷവും അവൻ അപകടകരമായി തീർന്നു. That's why God drove them from that garden, lest they eat of the tree of life and live forever. Chase them out. അതുകൊണ്ടാണ് ജീവവൃക്ഷത്തിന്റെ ഫലം തിന്ന് അവരെന്നേക്കും ജീവിക്കാതെ ഇരിക്കേണ്ടതിന് ദൈവം അവരെ പുറത്താക്കി കളഞ്ഞത്. So death did not come into them automatically. Death came because they were driven from the garden by God. അവരിലേക്ക് മരണം സ്വാഭാവികമായി പ്രവേശിക്കുകയല്ല ചെയ്തത്, അവരെ ഏദെൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി കളഞ്ഞത് നിമിത്തമായി മരണം അവരിലേക്ക് പ്രവേശിച്ചു. So the Bible says God drove man out of the garden. വേദപുസ്തകം പറയുന്നത് ദൈവം അവനെ പുറത്താക്കി കളഞ്ഞു എന്നാണ്. So the tree of life became dangerous to man, man became dangerous to God. ആ ജീവവൃക്ഷം മനുഷ്യൻ അപകടമായി തീർന്നു, ഈ മനുഷ്യൻ ദൈവത്തിന് അപകടമായി തീർന്നു. But God did something very strange. എന്നാൽ ദൈവം വളരെ അപരിചിതമായ ഒരു കാര്യം ചെയ്തു. Although God told Adam and Eve, get out, ആദാമിനോടും ഹവ്വായോടും പുറത്തു പോ എന്ന് ദൈവം കൽപ്പിച്ചു എങ്കിൽ തന്നെയും God also went out of the garden and he started talking to man once again. ദൈവവും ഈ തോട്ടത്തിന് പുറത്തേക്ക് വന്ന് മനുഷ്യനോട് വീണ്ടും സംസാരിക്കുവാൻ തുടങ്ങി. He was Abel offered to God, Cain offered to God, God received and half received their sacrifices. ദൈവം കയീൻ ദൈവത്തിന് യാഗമർപ്പിച്ചു, ഹാബേൽ ദൈവത്തിന് യാഗമർപ്പിച്ചു. ദൈവം അത് ഒന്ന് പൂർണ്ണമായി സ്വീകരിച്ചു, ഒന്ന് അല്പം സ്വീകരിച്ചു. So although God threw man out of the garden, he didn't reject man. ദൈവം മനുഷ്യനെ തോട്ടത്തിന് പുറത്താക്കി കളഞ്ഞുവെങ്കിൽ തന്നെയും മനുഷ്യനെ ദൈവം തള്ളിക്കളഞ്ഞില്ല. Even today his search for man continues. ഇന്നും ദൈവം മനുഷ്യനെ അന്വേഷിക്കുന്നത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. Although man has lost that capacity to choose God, ദൈവത്തെ തിരഞ്ഞെടുക്കുവാനുള്ള കഴിവ് മനുഷ്യന് നഷ്ടമായി പോയി എങ്കിൽ തന്നെയും the best of us cannot choose God. നമ്മുടെ ഏറ്റവും നല്ലതിന് പോലും ദൈവത്തെ തിരഞ്ഞെടുപ്പാൻ കഴിയുകയില്ല. And our best choices cannot get anywhere near God. നമ്മുടെ ഏറ്റവും നല്ല തിരഞ്ഞെടുപ്പിനും നമ്മെ സ്വർഗത്തിന്റെ അടുക്കൽ പോലും എത്തിക്കുവാൻ കഴിയുകയില്ല. That's why the Bible says,
By grace are ye saved through faith, not of yourselves, not of works, lest any man should boast. അതുകൊണ്ടാണ് വേദപുസ്തകം പറയുന്നത്, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, ഒരു മനുഷ്യനും ഒന്നിലും പ്രശംസിക്കാതെ ഇരിക്കേണ്ടതിന് നിങ്ങളുടെ പ്രവൃത്തികളും കാരണമല്ല. So we have nothing to boast of our salvation. He took the initiative. He made the first step. നമ്മുടെ രക്ഷയെക്കുറിച്ച് നമുക്ക് പ്രശംസിക്കാൻ ഒന്നുമില്ല. അവനാണ് അതിന്റെ തുടക്കം കുറിച്ചത്, അവനാണ് ആദ്യ ചുവട് വെച്ചത്. So by nature we don't want God. മനുഷ്യന് സ്വാഭാവികമായി അല്ലെങ്കിൽ അവന്റെ പ്രകൃതം കൊണ്ട് ദൈവത്തെ വേണ്ട. All we like sheep have gone astray. We have turned every man to his own way. എല്ലാവരും വഴിതെറ്റി പോയ ആടുകളെ പോലെയായി തീർന്ന് സ്വന്തം വഴിക്ക് തിരിഞ്ഞു പോയിരിക്കുന്നു. So to bring us back to him, നമ്മെ അവനിലേക്ക് തിരികെ കൊണ്ടുവരേണ്ടതിന് Jesus did not just come down and preach. അവൻ വെറുതെ ഇറങ്ങി വന്ന് പ്രസംഗിക്കുക മാത്രമല്ല ചെയ്തത്. He allowed his body to be torn and battered and bruised, and allowed himself to shed all his blood and kill himself, so that man might turn towards him. അവന്റെ ശരീരം തകർക്കപ്പെടുവാനും നുറുക്കപ്പെടുവാനും അവന്റെ ശരീരം ചീന്തപ്പെട്ട അവസാനത്തുള്ളി രക്തം വരെ ഒഴുകുവാനും അനുവദിച്ച് ഈ മനുഷ്യനെ അവൻ വീണ്ടെടുക്കുവാൻ വേണ്ടി അത്രത്തോളം അവൻ അനുവദിച്ചു. That sin that is in you and me is so terrible that God has to come down as a human being and he has to die such a terrible death to make you and me turn towards him. നമ്മിലുള്ളതായ പാപം എന്നുള്ളത് ഏറ്റവും അപകടകരമായി തീർന്നതുകൊണ്ട് ദൈവം തന്നെ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ഏറ്റവും ദാരുണമായ ഒരു മരണം, ഭീകരമായ ഒരു മരണം നമ്മെ വീണ്ടെടുക്കുവാനായിട്ട് അവന് നേരിടേണ്ടി വന്നു. If there was an easier way for God to turn you to him, turn us to him, he would surely have made that choice. നിങ്ങളെ അവനിലേക്ക് തിരിക്കുവാൻ, നമ്മെ അവനിലേക്ക് തിരിക്കുവാൻ മറ്റേതെങ്കിലും എളുപ്പമുള്ള ഒരു വഴി ഉണ്ടായിരുന്നെങ്കിൽ ദൈവം തീർച്ചയായിട്ടും അത് തിരഞ്ഞെടുക്കുമായിരുന്നു. I told you that this topic is called the paradox of freedom. ഞാൻ പറഞ്ഞുവല്ലോ, ഈ വിഷയം എന്ന് പറയുന്നത് സ്വാതന്ത്ര്യത്തിന്റെ വിരോധാഭാസം എന്നുള്ളതാകുന്നു എന്ന്. This paradox of freedom we are going to see tomorrow is in a marriage relationship with Jesus. ഈ സ്വാതന്ത്ര്യത്തിന്റെ വിരോധാഭാസം എന്ന് പറയുന്നത് നാളെ നാം കാണാൻ പോകുന്നത് യേശുവുമായിട്ടുള്ള ഒരു വിവാഹ ബന്ധത്തിൽ കൂടെയാണ്. That's the ultimate state of our freedom. അതാണ് നമ്മുടെ സ്വാതന്ത്ര്യത്തിന്റെ ഏറ്റവും അവസാനമുള്ളതായ അവസ്ഥ. That's the highest point of our freedom, and that's why God is trying to turn us towards him. He wants to be married to us. നമ്മുടെ സ്വാതന്ത്ര്യത്തിന്റെ ഏറ്റവും ഉയർന്ന അവസ്ഥ എന്ന് പറയുന്നതും അത് തന്നെയാണ്. അതുകൊണ്ടാണ് അവൻ നമ്മെ അവങ്കിലേക്ക് തിരിക്കുവാൻ ആഗ്രഹിക്കുന്നത്. അവൻ നമ്മെ വിവാഹം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. In Jeremiah chapter 3 and verse 14. യെരമ്യ 3:14 വായിക്കുമ്പോൾ, വിശ്വാസത്യാഗികളായ മക്കളെ മടങ്ങി വരുവിൻ എന്ന് യഹോവയുടെ അരുളപ്പാട്, ഞാനല്ലോ നിങ്ങളുടെ ഭർത്താവ്. Enough. Here we read in English, please. ഇംഗ്ലീഷിൽ വായിക്കാം. 3:14. Turn, O backsliding children, saith the Lord, for I am married unto you. Enough. It's written, turn, O backsliding children. അവിടെ വിശ്വാസത്യാഗികളായ അല്ലെ പിന്മാറ്റക്കാരായ മക്കളെ തിരിഞ്ഞു വരുവിൻ എന്ന് പറയുന്നു. It's not written, turn ye backslidden children. It says backsliding children. അവിടെ ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ പിന്മാറിപ്പോയവരെ തിരിഞ്ഞു വരിക എന്നല്ല, പിന്മാറിക്കൊണ്ടിരിക്കുന്നവരെ തിരിഞ്ഞു വരിക എന്നാണ് എഴുതിയിരിക്കുന്നത്. So it's not simply the current state, I'm backslidden, I've gone away. It's not that. Our nature itself is to backslide. അത് നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ, ഞാൻ പിന്മാറിപ്പോയിരിക്കുന്നു, പിന്മാറ്റക്കാരനാണ് എന്നുള്ള അവസ്ഥയല്ല, നമ്മുടെ പ്രകൃതം തന്നെ പിന്മാറിപ്പോകുവാനുള്ളതാണ്. One day, when I was serving in a particular faith home, ഞാൻ ഒരു പ്രത്യേക വിശ്വാസ വീട്ടിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ there was a family where one young boy had left the home and disappeared for 1 month. ഒരു കുടുംബം അവിടെ ഉണ്ടായിരുന്നു. അവരുടെ ഒരു യൗവനക്കാരനായ ആൺകുട്ടി മകൻ 1 മാസത്തേന് അവരിൽ നിന്ന് അപ്രത്യക്ഷമായി പോയി. Suddenly they found him on a roadside. He had lost his senses, and like the madmen on the streets, dirty clothes, disheveled hair, and stinking body, he was lying on the streets. ഒരു ദിവസം അവർ അവനെ കണ്ടെത്തി. അവന്റെ രൂപമെല്ലാം മാറിയിരുന്നു, മുടിയെല്ലാം വളർന്ന് ഇങ്ങനെ കെട്ടുപിണഞ്ഞ് ദേഹമെല്ലാം നാറ്റം വമിച്ചുകൊണ്ട് അവന്റെ സ്വയബോധമൊക്കെ തിരിച്ചറിവെല്ലാം നഷ്ടപ്പെട്ട് അവൻ വഴിയരികെ കിടക്കുകയായിരുന്നു. So they brought him home, gave him a bath, changed his clothes, cut his hair, and then brought him to church. അവർ തന്നെ വീട്ടിൽ കൊണ്ടുവന്ന് കുളിപ്പിച്ച് വസ്ത്രമൊക്കെ മാറി മുടിയൊക്കെ വെട്ടിച്ച് വിശ്വാസ വീട്ടിലേക്ക് കൊണ്ടുവന്നു. We prayed for him. ഞങ്ങൾ അവന് വേണ്ടി പ്രാർത്ഥിച്ചു. After some time we asked what happened. ചില നാളുകൾക്ക് ശേഷം ചോദിച്ചു, എന്ത് സംഭവിച്ചു? They said he's gone back again. He's again living in the streets.
He's gone back, he's again living in the streets. അവൻ വീണ്ടും ഇറങ്ങിപ്പോയിട്ട് തെരുവിൽ വഴികളിൽ പോയി വീണ്ടും ജീവിക്കുകയാണ്. How many times can the parents bring him back and cut his hair and change his clothes? എത്ര പ്രാവശ്യം മാതാപിതാക്കൾ തന്നെ തിരികെ കൊണ്ടുവന്നിട്ട് മുടിയൊക്കെ വെട്ടിക്കൊടുത്ത് വസ്ത്രങ്ങളൊക്കെ മാറിക്കൊടുക്കും? Finally the parents themselves said, we can't do more than this, we'll let him go. അവസാനം ആ മാതാപിതാക്കൾ തന്നെ പറഞ്ഞു, ഞങ്ങൾക്ക് ഇതിൽ കൂടുതലൊന്നും ചെയ്യാൻ പറ്റത്തില്ല, അവൻ പോകട്ടെ. So that's the meaning of this word backsliding, not backslidden. Backslidden means once or twice. Backsliding means you bring them back, they'll go back. You bring them back, they'll go back. ഈ വാക്യത്തിന്റെ അർത്ഥം അതാണ്. പിന്മാറ്റക്കാർ എന്ന് പറഞ്ഞാൽ അത് പിന്മാറിപ്പോയി ഒന്നോ രണ്ടോ പ്രാവശ്യം പോയി തിരിച്ചു വന്നു. എന്നാൽ പിന്മാറിക്കൊണ്ടിരിക്കുന്നവർ എന്ന് പറയുമ്പോൾ അത് അവരുടെ പ്രകൃതമാണ്. എത്ര പ്രാവശ്യം വന്നാലും പിന്നെ പോകുവാൻ പിന്മാറിപ്പോകുന്നു. Look at the amazing love of God that he calls to that backsliding child and says, come back to me, I'm married unto you. അവിടെ ആ ദൈവത്തിന്റെ ആശ്ചര്യകരമായ സ്നേഹത്തെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കുക. പിന്മാറിപ്പോയിക്കൊണ്ടിരിക്കുന്നവരെ ആ ദൈവം വിളിച്ചിട്ട് പറയുകയാണ്, ഞാൻ നിങ്ങളുടെ ഭർത്താവാകുന്നു, ഞാൻ നിങ്ങളെ വിവാഹം കഴിച്ചിരിക്കുന്നു എന്ന്. God is love. ദൈവം സ്നേഹമാകുന്നു. See how much he loves even a person who is backsliding. ഒരു വ്യക്തി പിന്മാറിപ്പോയാലും ദൈവം എത്രത്തോളം അവനെ സ്നേഹിക്കുന്നു എന്ന് നോക്കുക. But he is saying, come back to me, so that person might change and start loving God as well. തിരികെ വരുവിൻ എന്ന് അവൻ പറയുമ്പോൾ ആ വ്യക്തി വീണ്ടും ദൈവത്തെ തിരിഞ്ഞ് സ്നേഹിക്കുവാൻ തുടങ്ങുന്നവനായി തീരണമെന്ന്. But every time we commit a sin, ഓരോ പ്രാവശ്യവും നാം ഒരു പാപം ചെയ്യുമ്പോൾ our hearts become hard against God. നമ്മുടെ ഹൃദയം ദൈവം വാകെ കഠിനമായി തീരുകയാണ്. Small sins can harden us. ചെറിയ പാപം പോലും നമ്മുടെ ഹൃദയത്തെ കഠിനപ്പെടുത്തുന്നു. Once a servant of God said, I'm going to leave the ministry. ഒരിക്കല് ഒരു ശുശ്രൂഷകൻ പറഞ്ഞു, ഞാൻ വേല വിട്ടു പോകുകയാണ്. So many servants of God, including the chief pastor, called him and said, why are you doing this? Don't do this. പല ശുശ്രൂഷകർ തന്നെ വിളിച്ചു, ചീഫ് പാസ്റ്റർ തന്നെ വിളിച്ച് സംസാരിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത്? ഒരിക്കലും ചെയ്യരുതേ. You know what his answer was? അവന്റെ ഉത്തരം എന്തായിരുന്നു എന്ന് അറിയുമോ? No pastor, my heart is hard, I can't stay anymore. താൻ പറയുകയാണ്, ഇല്ല പാസ്റ്റർ, എന്റെ ഹൃദയം കഠിനപ്പെട്ടു പോയി, എനിക്കിനി നിൽക്കുവാൻ കഴിയുകയില്ല. So when the heart becomes hard by sin, after that God becomes like an enemy, like a stranger. All that love that he shows and says, come back to me, our heart won't respond. We become insensitive to it. പാപം നിമിത്തം നമ്മുടെ ഹൃദയം കഠിനപ്പെട്ടു പോകുമ്പോൾ ദൈവം നമ്മുടെ ശത്രുവായി തീരുന്നു. ദൈവം എങ്കിലേക്ക് മടങ്ങി വരുവിൻ, എന്റെ അടുക്കലേക്ക് തിരിഞ്ഞു വരുവിൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഹൃദയം കഠിനപ്പെട്ടു പോയിരിക്കുന്നത് കൊണ്ട് ദൈവത്തിന്റെ ആ സ്നേഹത്തോട് നമുക്ക് പ്രതികരിക്കുവാൻ കഴിയാതെ പോകുന്നു. Today, after God made us human beings, he stands there once with one-sided love. He's like a jilted lover, a lover who has been disappointed or fooled by his mate. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് അവന്റെ സ്നേഹം നമ്മിലേക്ക് പകർന്നു തന്നുകൊണ്ട് നിൽക്കുകയാണ്. ആ ദൈവത്തിന്റെ നിൽപ്പ് എന്നുള്ളത് ഒരു നിരാശ കാമുകനെ പോലെയാണ് നിൽക്കുന്നത്. അവൻ സ്നേഹിക്കുന്നു, പക്ഷെ തിരികെ സ്നേഹം ലഭിക്കുന്നില്ല. All his thoughts, all his dreams, all his aspirations, all his tears, all his joys in heaven are about you and me. അവന്റെ എല്ലാ സന്തോഷവും, എല്ലാ ചിന്തകളും, എല്ലാ ആഗ്രഹങ്ങളും, എല്ലാ കണ്ണുനീരും, എല്ലാ ഉദ്ദേശങ്ങളും സ്വർഗത്തിൽ എല്ലായ്പ്പോഴും നിങ്ങളെക്കുറിച്ചാകുന്നു. The whole of heaven is busy just for man. സ്വർഗം മുഴുവനും തിരക്കായിരിക്കുന്നത് മനുഷ്യർക്ക് വേണ്ടിയാണ്. This universe is made of millions and millions and millions of heavenly bodies. ഈ പ്രപഞ്ചം ഉണ്ടാക്കിയിരിക്കുന്നത് ദശലക്ഷക്കണക്കിന് സ്വർഗീയമായ വസ്തുക്കളെ കൊണ്ടാണ്. They say to count all the stars in our Milky Way galaxy. ഈ ക്ഷീരപഥം എന്നുള്ളതായ നമ്മുടെ ഈ പ്രപഞ്ചത്തിൽ അല്ലെങ്കിൽ ഈ ഗാലക്സിയിലുള്ളതായ എല്ലാ നക്ഷത്രങ്ങളെയും നാം എണ്ണുവാൻ ശ്രമിക്കുകയാണെങ്കിൽ, that is, our solar system is in a group of stars called the Milky Way. It's a family. നാമും ഈ സൗരയൂഥവും എന്ന് പറയുന്നത് ഒരു വലിയ ആകാശഗംഗ അല്ലെങ്കിൽ ഒരു നക്ഷത്ര സമൂഹത്തിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. And the number of stars in that galaxy, if you count 1, 2, 3 per second, 1 star per second. നാം ഈ ഗാലക്സിയിൽ, ഈ പ്രപഞ്ചത്തിലുള്ള നക്ഷത്രങ്ങൾ ഒരു സെക്കൻഡിൽ ഒരു നക്ഷത്രം എന്ന് വെച്ച് 1, 2, 3 എന്ന് നാം എണ്ണുകയാണെങ്കിൽ, to finish counting the stars in our galaxy will take 2500 years. നമ്മുടെ ഈ ആകാശഗംഗയിലുള്ള നക്ഷത്രങ്ങൾ എണ്ണി തീർക്കുവാൻ തന്നെ ഏകദേശം
2,500 years. 2500 വർഷങ്ങൾ എടുക്കും. So many stars there are. അത്രത്തോളം നക്ഷത്രങ്ങൾ അവിടെയുണ്ട്. Only in one family. ആ ഒരു കുടുംബത്തിൽ മാത്രം. And there are billions of families. അങ്ങനെയുള്ള കോടിക്കണക്കിന് കുടുംബങ്ങളുണ്ട്. But all of heaven's focus is on the small dot called the planet Earth. എന്നാൽ സ്വർഗം മുഴുവനും കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഈ ചെറിയ ഒരു കുത്തു പോലെയുള്ള ഈ ഭൂമിയിലാണ്. The whole universe, everything is obeying God. All the planets, all the stars moving according to His commandment. There's only one small dangerous spot where there is disobedience and rebellion, where the whole of heaven is focusing, and that's this planet Earth. ഈ മുഴു പ്രപഞ്ചവും ദൈവത്തെ അനുസരിക്കുന്നു. ദൈവം കൽപ്പിച്ചതുപോലെ തന്നെ അവ ചരിക്കുന്നു. പക്ഷെ ഇത് അനുസരിക്കാതെ ഇരിക്കുന്നത് ആ ചെറിയ ഒരു ബിന്ദു പോലെയുള്ള ഒരു കുത്തു പോലെയുള്ള ഈ സൗരയൂഥത്തിലുള്ള ഈ ഭൂമിയിലുള്ള മനുഷ്യൻ മാത്രമാണ്. സ്വർഗം മുഴുവനും ആ അപകടകരമായ അതിലേക്ക് കേന്ദ്രീകരിച്ചിരിക്കുകയാണ്. All of God's love is focused only on this one small dot called the planet Earth. ദൈവത്തിന്റെ സ്നേഹം മുഴുവനും ഈ ചെറിയ ഒരു ബിന്ദു ആകുന്ന ഈ ഭൂമി എന്ന ഗ്രഹത്തിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നു. And heaven is crying today because although all of heaven's focus is here, all we like sheep have gone astray. Even we who are here, can we really say that we love God? ഈ സ്വർഗം മുഴുവനും നമ്മെ നോക്കി കരയുകയാണ് ചെയ്യുന്നത്. കാരണം സ്വർഗത്തിന്റെ ശ്രദ്ധ മുഴുവനും ഈ ഭൂമിയിൽ ഉള്ള മനുഷ്യരിലാണ് എങ്കിൽ തന്നെയും എല്ലാം വഴിതെറ്റി ആടുകളെ പോലെ അലഞ്ഞു തിരിയുന്ന അവസ്ഥയിലായിരിക്കുന്നു. നാമും ഇവിടെ ആയിരിക്കുന്നു എങ്കിൽ തന്നെയും നമുക്കും യഥാർത്ഥമായി പറയുവാൻ കഴിയുമോ ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന്? Of course we do love God, but can we say that we love God like He loves us, capital N-O? തീർച്ചയായിട്ടും നാം ദൈവത്തെ സ്നേഹിക്കുന്നുണ്ട്. എന്നാൽ അവൻ നമ്മെ സ്നേഹിക്കുന്നത് പോലെ നാം അവനെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം വലിയ അക്ഷരത്തിൽ ഇല്ല എന്നായിരിക്കും. When God spoke to the Ephesian church, ദൈവം എഫേസ്യ സഭയോട് സംസാരിച്ചപ്പോൾ God applauded them for many of their good deeds. ദൈവം അവരുടെ പല നല്ല പ്രവൃത്തിയെയും അവരെ ഓർമ്മപ്പെടുത്തി. They were very zealous because they would not tolerate those people who were rebellious and did not hold the doctrine of Christ. അവര് വളരെ സഹിഷ്ണുതയുള്ളവരായിരുന്നു. ക്രിസ്തുവിന്റെ ഉപദേശത്തിൽ നിൽക്കാത്തവരെ അവർക്ക് സഹിച്ചുകൂടാഞ്ഞു. But God says, but I have a fault against you. എന്നാൽ ദൈവം അവരോട് പറയുകയാണ്, എനിക്ക് നിന്നെ കുറിച്ച് ഒരു കുറ്റം പറയാനുണ്ട്. You don't have your first love. നിനക്ക് നീ നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞിരിക്കുന്നു. So that means you can be zealous without love. അതിന്റെ അർത്ഥം സ്നേഹമില്ലാതെയും നിങ്ങൾക്ക് തീഷ്ണതയുള്ളവരായിരിക്കാൻ കഴിയും. So we can stand for divine healing, we can be very consecrated and we can wear white clothes, but all without love. നമുക്ക് ദൈവിക രോഗശാന്തിക്ക് നിൽക്കുവാൻ കഴിയും, വളരെ പ്രതിഷ്ഠയുള്ളവരായിരിക്കുവാൻ കഴിയും, വെള്ളവസ്ത്രം ധരിക്കുവാൻ കഴിയും. പക്ഷെ ഇതെല്ലാം സ്നേഹമില്ലാതെയും ചെയ്യാം. I can preach a very nice sermon like this and have no love inside me for God. ഇതുപോലെ നല്ല പ്രസംഗങ്ങളൊക്കെ എനിക്ക് നടത്താം, എന്നിട്ടും എന്റെ ഉള്ളിൽ ദൈവസ്നേഹം ഇല്ലാതെ ഇരിക്കാം. In fact, the truth is I'm very bad in this loving God and I'm crying every day. എന്നാൽ സത്യമെന്ന് പറയുന്നതും അത് തന്നെയാണ്. ആ ദൈവത്തെ സ്നേഹിക്കുന്ന വിഷയത്തിൽ ഞാൻ വളരെ കുറവുള്ളവനാണ്. ഞാൻ അതുകൊണ്ട് എല്ലാ ദിവസവും ദൈവത്തോട് കരയുകയാണ്. It's so sad we don't love God, and to love God we have to go to the same God and ask, please help me to love you. നാം ദൈവത്തെ സ്നേഹിക്കുന്നില്ല എന്നുള്ളതാണ് ദുഃഖകരമായ സത്യം. എന്നാൽ അതിലും ദുഃഖകരമായിരിക്കുന്നത് എന്നുള്ളത് നാം സ്നേഹിക്കാത്ത ദൈവത്തിന്റെ അടുക്കൽ പോയിട്ട് ദൈവത്തെ സ്നേഹിപ്പാൻ നമ്മെ സഹായിക്കണമേ എന്ന് നമ്മൾ പറയുകയാണ്. And God is so kind, so loving that He is ready to help even in that. അങ്ങനെയുള്ള സമയത്ത് നമ്മെ സഹായിക്കുവാൻ ദൈവം വളരെ കരുണയും സ്നേഹവും ഉള്ളവനാകുന്നു. Supposing someone whom you love very much comes to you and says, I don't love you, can you please help me to love you? You will say, get lost. നിങ്ങളെ വളരെയധികം സ്നേഹിക്കുന്ന ഒരു വ്യക്തി നിങ്ങളുടെ അടുക്കൽ വന്നിട്ട് എനിക്ക് നിങ്ങളോട് ഇഷ്ടമൊന്നുമില്ല, നിങ്ങളെ സ്നേഹിപ്പാൻ എന്നെ ഒന്ന് സഹായിക്കുമോ എന്ന് ചോദിച്ചാൽ നമ്മൾ അവരെ പുറത്താക്കുമല്ലേ? It's like someone wants to tell you a joke and you go and tell them, okay, but tell me where to laugh, okay? അതായത് ഒരു വ്യക്തി നിങ്ങളുടെ അടുത്ത് വന്ന് ഏതോ ഒരു തമാശ പറയുവാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ പറയുന്നു, ഓക്കെ, പക്ഷെ എപ്പോഴാ ചിരിക്കേണ്ടത് എന്ന് പറഞ്ഞു തരണം എന്ന് പറയുന്നത് പോലെ മാത്രം. What's the use of that after that?
What's the use of telling the joke then? അങ്ങനെയെങ്കിൽ ആ തമാശ പറയുന്നത് കൊണ്ട് എന്താണ് അർത്ഥം? See, but God is coming down to such a level that He's willing to help us even in that level. ദൈവം അത്രത്തോളം താഴേക്ക് ഇറങ്ങി വന്നിട്ട് അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ നമ്മെ സഹായിക്കുവാൻ അവൻ ഒരുക്കമുള്ളവനായിരിക്കുന്നു. So we can do so many things for God without actually loving God. പല കാര്യങ്ങൾ ദൈവത്തിന് വേണ്ടി നിങ്ങൾ ചെയ്തേക്കാം, വാസ്തവമായി ദൈവത്തെ അല്പം പോലും സ്നേഹിക്കാതെ. So it's very sad, I'm including myself when I say that we've built a big building without even building the foundation properly. ഞാൻ എന്നെ കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് പറയുന്നത്, നമ്മൾ വലിയ കെട്ടിടം പണിയുന്നു, പക്ഷെ അടിസ്ഥാനം പണിയുന്നില്ല. So before the building collapses, we must set our foundation right and come into a proper, healthy relationship with our Savior. ഈ കെട്ടിടം ഇടിഞ്ഞു വീഴുന്നതിന് മുമ്പ് നാം വന്ന് ഇതിന്റെ അടിസ്ഥാനത്തെ ക്രമീകരിച്ച് ദൈവവുമായി യഥാർത്ഥമായ ശരിയായ വിധത്തിലുള്ള ഒരു സ്നേഹബന്ധത്തിലേക്ക് വരണം. So because that's basically what He expects. എന്തുകൊണ്ടെന്നാൽ അവൻ അതാണ് ഏറ്റവും അടിസ്ഥാനപരമായിട്ട് ആഗ്രഹിക്കുന്നത്. Our heart should start loving Him once again. നമ്മുടെ ഹൃദയം വീണ്ടും അവനെ സ്നേഹിപ്പാൻ തുടങ്ങണം. This morning I was reading a verse in the Bible. It says, "In Thy light shall we see light." ഇന്ന് രാവിലെ ഞാൻ വേദപുസ്തകത്തില് ഇപ്രകാരം ഒരു വാക്യം വായിക്കുകയായിരുന്നു. അവരുടെ ജീവിതത്തിൽ അവർ വെളിച്ചം കാണേണ്ടതിന്. In Thy light, read Psalm 36 verse 9. 36 സങ്കീർത്തനം 9 വാക്യം. നിന്റെ പക്കൽ ജീവന്റെ ഉറവുണ്ടല്ലോ, നിന്റെ പ്രകാശത്തിൽ ഞങ്ങൾ പ്രകാശം കാണുന്നു. In Thy light shall we see light. നിന്റെ പ്രകാശത്തിൽ ഞങ്ങൾ പ്രകാശം കാണുന്നു. What does that mean? എന്താണ് അതിന്റെ അർത്ഥം? There was a man called C.S. Lewis. C.S. ലൂയിസ് എന്ന പേരുള്ള ഒരു വ്യക്തി ഉണ്ടായിരുന്നു. He said, "I believe in God like I believe in the sun." താൻ പറഞ്ഞു, ഞാൻ സൂര്യനിൽ വിശ്വസിക്കുന്നത് പോലെ ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു. Not because I can see the sun, എനിക്ക് ആ സൂര്യനെ കാണുവാൻ പറ്റുന്നത് കൊണ്ടല്ല, but because by the sun I can see everything else. ആ സൂര്യൻ നിമിത്തം എനിക്ക് എല്ലാം കാണുവാൻ സാധിക്കുന്നത് കൊണ്ട്, Everything else. മറ്റെല്ലാം എനിക്ക് കാണുവാൻ കഴിയുന്നത് കൊണ്ട്. Same way, I believe in Jesus not because I can or cannot see Him, but by Him I can see everything else. അതുപോലെ ഞാൻ യേശുവിൽ വിശ്വസിക്കുന്നു, കാരണം ഞാൻ അവനെ കാണുന്നത് കൊണ്ടല്ല, അവൻ നിമിത്തം ഞാൻ സകലതും കാണുന്നത് കൊണ്ട്. That means it's only when you come into a relationship with Jesus that you can see everything else in its true light. അതായത് നിങ്ങൾ യേശുവുമായി ഒരു യഥാർത്ഥ ബന്ധത്തിലേക്ക് വരുമ്പോൾ മാത്രമേ എല്ലാം ശരിയായ വെളിച്ചത്തിൽ നിങ്ങൾക്ക് കാണുവാൻ കഴിയുകയുള്ളൂ. If you detach yourself from Jesus, നിങ്ങൾ യേശുവിൽ നിന്ന് നിങ്ങളെ തന്നെ അടർത്തി മാറ്റിയാൽ, heaven will become a place in a fiction storybook, and this world which is going to go into the hands of the devil will become very bright and very real. സ്വർഗം എന്നുള്ളത് ഏതോ ഒരു കെട്ടുകഥ പോലെ നമുക്ക് തോന്നും. ഈ നശിച്ചു പോകുവാനുള്ള ഈ ലോകം നമുക്ക് വളരെ യാഥാർത്ഥ്യമായി തോന്നുവാനും ഇടയാകും. But when you enter into His light, then we can see light. That means the truth of things can be seen only through a relationship with Jesus. നാം അവന്റെ വെളിച്ചത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്കെല്ലാം ശരിയായ വെളിച്ചത്തിൽ കാണുവാൻ കഴിയുന്നു. അതായത് സത്യത്തെ നമുക്ക് യേശുവുമായിട്ടുള്ള ബന്ധത്തിൽ കൂടി മാത്രമേ ശരിയായി കാണുവാൻ കഴിയുകയുള്ളൂ. So only when we come back to Him and start loving Him like we used to love Him before, will His heart be satisfied. നാം അവനിലേക്ക് തിരികെ വന്ന് ആദ്യം നാം അവനെ സ്നേഹിച്ചിരുന്നത് പോലെ വീണ്ടും അവനെ സ്നേഹിക്കുവാൻ തുടങ്ങുമ്പോൾ മാത്രമേ അവന്റെ ഹൃദയം തൃപ്തിപ്പെടുകയുള്ളൂ. That is the road to true freedom. അതാണ് യഥാർത്ഥ സ്വാതന്ത്ര്യത്തിലേക്കുള്ള വഴി. So by nature we have the tendency of going away from Him. നമ്മുടെ പ്രകൃതം എന്ന് പറയുന്നത് തന്നെ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നതാണ്. God's heart is broken today because there's nobody to love Him. We are the only ones, the few small group that can love Him, and we are also so quickly going away from Him. ദൈവത്തിന്റെ ഹൃദയം ഇന്ന് തകർന്നിരിക്കുകയാണ്. കാരണം അവനെ സ്നേഹിക്കുവാൻ ആരുമില്ല. വളരെ ചുരുക്കമായിട്ടുള്ള നാമും അവനെ സ്നേഹിക്കാതെ ഇരിക്കുന്നു. Read in the book of Hosea. ഹോശേയ പ്രവചനത്തിൽ വായിക്കുമ്പോൾ you see a confused God. അവിടെ വളരെ തെറ്റിദ്ധരിച്ചിരിക്കുന്ന അല്ലെങ്കിൽ സംശയിച്ചിരിക്കുന്ന ഒരു ദൈവത്തെ കാണുവാൻ കഴിയുന്നു. Is God confused? ദൈവത്തിന് സംശയമുണ്ടോ?
God confused means he doesn't know what to do. Should I do this? Should I do that? He's confused. അതിന്റെ ദൈവം സംശയിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഞാൻ ദൈവം അത് ചെയ്യണോ ഇത് ചെയ്യണോ അങ്ങനെ ചെയ്യാമോ ഇങ്ങനെ ചെയ്യാമോ എന്ന് ചിന്തിക്കുന്ന എന്നുള്ള അവസ്ഥ. Sometimes you'll see people saying two different things in very short moments of time. നമുക്ക് ചിലപ്പോൾ ചില മനുഷ്യരെയൊക്കെ കാണുവാൻ കഴിയും, അല്പസമയത്തിനുള്ള ആദ്യം പറഞ്ഞത് തിരുത്തി പറയുന്നവർ. God is like that in this book. ഈ പുസ്തകത്തിൽ വായിക്കുമ്പോൾ ദൈവവും അതുപോലെയാണ്. He loves us so much, sometimes we irritate him so much, he wants to judge us. And suddenly he's so full of love for us and he says, okay, I'll spare you. ദൈവം നമ്മെ വളരെ സ്നേഹിക്കുന്നു. എന്നാൽ ചിലപ്പോഴൊക്കെ നാം വളരെയധികം അവനെ പ്രകോപിപ്പിക്കുന്നത് കൊണ്ട് അവൻ നമ്മെ ശിക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ അടുത്ത നിമിഷം തന്നെ ദൈവം വീണ്ടും നമ്മെ വളരെ സ്നേഹിക്കുന്നു. If you read Hosea chapter 1 and verse 9, ഹോശേയ 1:9 വായിക്കുമ്പോൾ, അപ്പോൾ യഹോവ അവന് ലോ അമ്മി എന്റെ ജനം അല്ല എന്ന് പേർ വിളിക്കാം, നിങ്ങൾ എന്റെ ജനമല്ല, ഞാൻ നിങ്ങൾക്ക് ദൈവം ആയിരിക്കുകയും ഇല്ല എന്ന് അരുളി ചെയ്തു. Then said God, call his name Lo-Ammi, for ye are not my people, and I will not be your God. You are not my people, I will not be your God. നിങ്ങൾ എന്റെ ജനമല്ല, ഞാൻ നിങ്ങളുടെ ദൈവവുമല്ല. Here you see that God is kind of fed up with them and says, I'm divorcing you. ഇവിടെ നാം വായിക്കുമ്പോൾ ദൈവം അവരെ കൊണ്ട് മടുത്തിട്ട് അവരോട് പറയുകയാണ്, ഞാൻ നിങ്ങളെ വിവാഹമോചനം ചെയ്യുന്നു എന്ന്. Read chapter 2 and verse 2. 2:2 വായിച്ചാട്ടെ. നിങ്ങളുടെ അമ്മയോട് വ്യവഹരിപ്പിൻ, അവൾ എന്റെ ഭാര്യയല്ല, ഞാൻ അവളുടെ ഭർത്താവുമല്ല. Plead with your mother, plead, for she is not my wife, neither I am her husband. Enough. So here you see God is so angry with his people. ഇവിടെ നാം വായിക്കുമ്പോൾ ദൈവം തന്റെ ജനത്തോട് വളരെ കോപിച്ചിരിക്കുന്നത് കാണുവാൻ കഴിയുന്നു. Read verse 23 chapter 2. 2-ാം അധ്യായം 23-ാം വാക്യം വായിക്കും. ഞാൻ അതിനെ എനിക്കായി ദേശത്തും വിതയ്ക്കും, കരുണ ലഭിക്കാത്തവളോട് ഞാൻ കരുണ കാണിക്കും, എന്റെ ജനമല്ലാത്തതിനോട് നീ എന്റെ ജനം എന്ന് ഞാൻ പറയും, നീ എന്റെ ദൈവം എന്ന് അവരും പറയും. And I will sow her unto me in the earth, and I will have mercy upon her that had not obtained mercy, and I will say to them which were not my people, thou art my people, and they shall say, thou art my God. So here we see the opposite of what he said in chapter 1. He said, you're not my people. Then he says, no, I will say you're my people. ഇവിടെ നാം വായിക്കുമ്പോൾ 1-ാം അധ്യായത്തിൽ പറഞ്ഞതിന്റെ എതിരായിട്ടുള്ളതാണ് കാണുന്നത്. ആദ്യം അവൻ പറഞ്ഞു, നിങ്ങൾ എന്റെ ജനമല്ല എന്ന്. ഇവിടെ പറയുന്നു, എന്റെ ജനമാകുന്നു. In chapter 2 verse 2, she's not my wife, I am not her husband. 2:2 വായിക്കുമ്പോൾ, അവൾ എന്റെ ഭാര്യയല്ല, ഞാൻ അവളുടെ ഭർത്താവുമല്ല. Now read verse 19. 19-ാം വാക്യം വായിച്ചാട്ടെ. ഞാൻ നിന്നെ സദാകാലത്തേക്കും എനിക്ക് വിവാഹത്തിന് നിശ്ചയിക്കും. Enough. And I will betroth thee unto me forever. See now what is it? Just the opposite. ഇപ്പോൾ ദൈവം എന്താണ് പറയുന്നത് നോക്കുക, നേർ വിപരീതം പറയുകയാണ്. This is the confused heart of God. ഇത് ദൈവത്തിന്റെ ആ സംശയിക്കുന്ന വിധത്തിലുള്ള ഹൃദയമാണ്. He feels sorry for having loved us and invested so much upon us, and he wants to divorce us. After some time he feels sorry that he felt like that. നമ്മെ സ്നേഹിച്ചതിനെ കുറിച്ച് ദൈവം അനുതപിക്കുകയാണ്. നമ്മെ സ്നേഹിക്കുകയും നമുക്ക് വേണ്ടി ഇത്രയുമൊക്കെ ചെയ്യുകയും ചെയ്തതുകൊണ്ട് ദൈവം അനുതപിക്കുന്നു. എന്നാൽ ചില നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ അങ്ങനെ ചിന്തിച്ചതിനെ കുറിച്ച് ദൈവം വീണ്ടും അനുതപിക്കുന്നു. So that's how if you read chapter 11, നാം അതിന്റെ 11-ാം അധ്യായം വായിച്ചാൽ and read verse 8, അതിന്റെ 8-ാം വാക്യം. എഫ്രയീമേ, ഞാൻ നിന്നെ എങ്ങനെ വിട്ടുകൊടുക്കും? ഇസ്രായേലെ, ഞാൻ നിന്നെ എങ്ങനെ ഏൽപ്പിച്ചു കൊടുക്കും? ഞാൻ നിന്നെ എങ്ങനെ ആത്മയെ പോലെ ആക്കും? ഞാൻ നിന്നെ എങ്ങനെ സെബോയീമിനെ പോലെ ആക്കി തീർക്കും? എന്റെ ഹൃദയം എന്റെ ഉള്ളിൽ മറിഞ്ഞുകൊള്ളുന്നു, എന്റെ അയ്യോഭാവം ഒക്കെയും ജ്വലിക്കുന്നു. Here it is written, my heart is turned within me, my repentings are kindled together. ഇവിടെ നാം വായിക്കുമ്പോൾ, എന്റെ ഹൃദയം എന്റെ ഉള്ളിൽ മറിഞ്ഞുകൊള്ളുന്നു, എന്റെ അയ്യോഭാവം ജ്വലിക്കുന്നു എന്ന് പറയുകയാണ്. What is ayyobhavam? In English it says, my repentings, two repentings, both are appearing together. ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ തന്റെ അനുതാപങ്ങൾ തന്റെ ഉള്ളിൽ ജ്വലിക്കുന്നു എന്നാണ് പറയുന്നത്. ആ രണ്ട് അനുതാപവും തന്റെ ഉള്ളിൽ ജ്വലിക്കുകയാണ്. In Tamil it says, in irudayam kulambugirathu, my heart is confused. തമിഴിൽ പറയുന്നത് തന്റെ ഹൃദയം സന്ദേഹത്തിലായിരിക്കുന്നു, സംശയത്തിലായിരിക്കുന്നു എന്ന്. This two repentings is, one repenting is, I repent for having loved you, I
repent for having come after you. I repent for having forgiven you, have mercy on you. You're not my people. That's one repenting. രണ്ട് അനുതാപങ്ങൾ തന്റെ ഹൃദയത്തിലുണ്ട്. ഒന്നാമത്തെ എന്ന് പറയുന്നത്, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുകൊണ്ട്, ഇത്രയും നന്മ ചെയ്തതുകൊണ്ട്, പാപത്തിൽ നിന്ന് വീണ്ടെടുത്തതുകൊണ്ട് അതിനെക്കുറിച്ച് ഞാൻ അനുതപിക്കുന്നു. The second repenting is suddenly God feels so sad, looks at Ephraim and says, how can I give you up? How can I judge you? I'm sorry for having repented. I repent for having repented. രണ്ടാമത്തെ അനുതാപം എന്ന് പറയുന്നത്, ഞാൻ എങ്ങനെയാണ് നിങ്ങളെ വിട്ടുകൊടുക്കുന്നത്, എങ്ങനെയാണ് നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുന്നത്. ആദ്യം അനുതപിച്ചതിനെ കുറിച്ച് ദൈവം ഇപ്പോൾ അനുതപിക്കുകയാണ്. What is this Admah and Zeboim? എന്താണ് ഇവിടെ അദ്മയെന്നും സെബോയും എന്ന് പറയുന്നത്? They are the two cities that were destroyed with Sodom and Gomorrah. സൊദോമിനെയും ഗൊമോറയും പോലെ നശിപ്പിക്കപ്പെട്ട് കളഞ്ഞ പോയ രണ്ട് പട്ടണങ്ങളാണത്. My righteousness within me and my judgmental thoughts are saying I have to make you like that, but when I look at you, no, I can't destroy you. എന്റെ ഉള്ളിലുള്ളതായ ന്യായവിധിയും എന്റെ ഉള്ളിലുള്ളതായ നീതിബോധവും നിങ്ങളെയും അതുപോലെ ആക്കണം എന്ന് പറയുകയാണ്. പക്ഷെ നിങ്ങളെ കാണുമ്പോൾ എനിക്ക് അയ്യോ അതിന് സാധിക്കുന്നില്ല. Because of you, my children, my judgment and our mercy are at war against each other in my heart. നിങ്ങൾ നിമിത്തം ദൈവമക്കളെ എന്റെ നീതിയും എന്റെ കരുണയും എന്റെ ഉള്ളിൽ തന്നെ ഇരുന്ന് പോരാടുകയാണ്. Shall we close our eyes? നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. We really need to come back to Jesus. നാം യഥാർത്ഥമായും യേശുവിലേക്ക് മടങ്ങി വരേണ്ടിയിരിക്കുന്നു. I don't want this to be a punishment, but in honor to that Jesus who is in our midst, if we can be on our knees, upright on our knees for some time. ഒരു ശിക്ഷയായിട്ടല്ല, നമ്മുടെ മധ്യയുള്ള യേശുവിനോടുള്ള ആ ബഹുമാന സൂചകമായി നമുക്ക് മുഴങ്കാലിലായിരിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾ മുഴങ്കാലിലായി നിന്നാട്ടെ. He loved us so much. He still loves us so much. അവൻ നമ്മെ വളരെ സ്നേഹിച്ചു, ഇപ്പോഴും അവൻ വളരെ നമ്മെ സ്നേഹിക്കുന്നു. Even now he is right in our midst. The very Jesus I'm talking to you about is here, right here inside this hall. ഇപ്പോൾ അവൻ നമ്മുടെ മധ്യയുണ്ട്. ഞാൻ നിങ്ങളോട് ഇപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ആരെക്കുറിച്ച് സംസാരിക്കുന്നു, ആ യേശു ഇപ്പോൾ നമ്മുടെ മധ്യയുണ്ട്. He still loves us and he wants to marry us. അവൻ ഇപ്പോഴും നമ്മെ സ്നേഹിക്കുന്നു, നമ്മെ വിവാഹം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. He does not want to judge us. He says, I've betrothed you forever. അവൻ നമ്മെ ന്യായവിധിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ സദാകാലത്തേക്കും നിന്നെ വിവാഹത്തിന് നിശ്ചയിച്ചിരിക്കുന്നു എന്ന് അവൻ പറയുകയാണ്. So shall we spend a few minutes crying out to Jesus? നമുക്ക് ചില മിനിറ്റുകൾ യേശുവിനെ നോക്കി കരയുവാൻ ഉപയോഗിക്കാമോ? Let our hearts start loving him once again. നമ്മുടെ ഹൃദയം വീണ്ടും അവനെ സ്നേഹിക്കുവാൻ തുടങ്ങട്ടെ. Let our hard hearts hate that sin that we are going after. നാം പിന്തുടർന്നുകൊണ്ടിരിക്കുന്ന പാപത്തെ നമ്മുടെ കഠിനപ്പെട്ട ഹൃദയം വെറുക്കുവാൻ ഇടയാകട്ടെ. Like that prodigal son, let us return to our Savior, to our heavenly Father. ആ മുടിയനായ പുത്രനെ പോലെ നമ്മുടെ സ്വർഗീയ രക്ഷിതാവിന്റെ അടുക്കലേക്ക്, സ്വർഗീയ പിതാവിന്റെ അടുക്കലേക്ക് നമുക്ക് അനുദപിച്ച് മടങ്ങി വരാം. I'm not asking us to get filled in the Spirit right now. ഇപ്പോൾ ഞാൻ നിങ്ങളോട് ആത്മാവിൽ നിറയുവാനല്ല ആവശ്യപ്പെടുന്നത്. But I want all of us to cry out to Jesus. നാം എല്ലാവരും യേശുവിനെ നോക്കി കരയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. Jesus, we are sorry we have gone astray. കർത്താവേ, ഞങ്ങൾ വഴിതെറ്റിപ്പോയതിൽ ദുഃഖിക്കുന്നു. We are following you only as a matter of tradition. I'm used to coming to church, so I'm coming. ഞങ്ങൾ ഒരു പാരമ്പര്യം എന്ന പോലെയാണ് നിന്നെ അനുഗമിച്ചിരുന്നത്. ഞങ്ങൾ സഭയിൽ വന്നുകൊണ്ടിരുന്നു, അതുകൊണ്ട് അത് തുടർന്നു എന്ന് മാത്രമേ ഉള്ളൂ. When I wear my white clothes, ഞാൻ എന്റെ വെള്ള വസ്ത്രങ്ങൾ ധരിക്കുമ്പോൾ, when I stand on my knees, ഞാൻ എന്റെ മുഴങ്കാലിൽ നിൽക്കുമ്പോൾ, when I come for my Sunday service, ഞാൻ ഞായറാഴ്ച ആരാധനയ്ക്ക് വരുമ്പോൾ, whatever I do, I want to do being filled with your love, oh God. ഞാൻ എന്ത് ചെയ്താലും നിന്റെ സ്നേഹത്താൽ നിറഞ്ഞു ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. How many want to love Jesus like you loved him in the beginning? നിങ്ങൾ ആരംഭത്തിൽ യേശുവിനെ സ്നേഹിച്ചതുപോലെ വീണ്ടും യേശുവിനെ സ്നേഹിക്കുവാൻ എത്ര പേർ ആഗ്രഹിക്കുന്നു? Just for 2 or 3 minutes shall we all cry out to Jesus. ഒരു 2-3 മിനിറ്റ് നേരത്തേക്ക് നമുക്ക് എല്ലാവർക്കും യേശുവിനെ നോക്കി ഒന്ന് കരഞ്ഞ് നിലവിളിക്കാം. When we cry out to Jesus now, നാം ഇപ്പോൾ യേശുവിനെ നോക്കി നിലവിളിക്കുമ്പോൾ, that's the first step to true freedom. അതാണ് നമ്മുടെ യഥാർത്ഥ സ്വാതന്ത്ര്യത്തിലേക്കുള്ള ആദ്യ ചുവടുവയ്പ്. That's when all those strange loves will leave our heart. അപ്പോഴാണ് ഈ അന്യ സ്നേഹങ്ങളൊക്കെ നമ്മുടെ ഹൃദയത്തെ വിട്ട് മാറുക. That's when Jesus will find pleasure in him, in us once again. അപ്പോഴാണ് യേശു നമ്മിൽ വീണ്ടും ആനന്ദിക്കുവാൻ തുടങ്ങുക. Like that small boy who cried from behind the door. ആ വാതിലിന്റെ പുറകിൽ നിന്നുകൊണ്ട് കരഞ്ഞ ആ ചെറിയ ആൺകുട്ടി
നദിയെ പോലെ let our hearts start welling up for Jesus and say, Jesus, I want you, my Lord. നമ്മുടെ ഹൃദയം യേശുവിനെ നോക്കി നിലവിളിക്കുവാൻ ഇടയാകട്ടെ. യേശുവേ, എനിക്ക് നിന്നെ വേണം. Then Jesus will bring us back to our first love. അപ്പോൾ യേശു നമ്മെ ആദ്യ സ്നേഹത്തിലേക്ക് മടക്കി കൊണ്ടുവരും. Jesus is walking in our midst with tears in his eyes. യേശു ഇപ്പോൾ നമ്മുടെ മധ്യേ അവന്റെ കണ്ണുകളിൽ ആ കണ്ണീരുമായിട്ട് ഉലാവിക്കൊണ്ടിരിക്കുന്നു. Is there anyone who loves me? എന്നെ സ്നേഹിക്കുന്ന ആരെങ്കിലും ഒരാളുണ്ടെങ്കിൽ, Oh, backsliding children, return unto me. പിന്മാറിക്കൊണ്ടിരിക്കുന്ന മക്കളെ എന്റെ അടുക്കലേക്ക് മടങ്ങി വരുവേൻ. Close your eyes and look at Jesus. നിങ്ങളുടെ കണ്ണുകൾ അടച്ച് യേശുവിനെ നോക്കുക. Can you see him walking in our midst? അവൻ നമ്മുടെ മധ്യേ നടക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ He's looking at you now. അവൻ ഇപ്പോൾ നിന്നെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. Come back to me. എന്റെ അടുക്കലേക്ക് മടങ്ങി വരുവനെന്ന് പറയുന്നു. Come back to me, backsliding child. ഓ പിന്മാറിക്കൊണ്ടിരിക്കുന്ന മക്കളെ, എന്റെ അടുക്കലേക്ക് മടങ്ങി വരുവേ. I am married unto you. ഞാൻ നിന്നെ വിവാഹം കഴിച്ചിരിക്കുന്നു. I want to betroth you forever. നിന്നെ സദാകാലത്തേക്ക് വിവാഹ നിശ്ചയം ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. I want to be engaged to you for that eternal marriage. ആ നിത്യ വിവാഹത്തിന് വേണ്ടി നിന്നോട് വിവാഹ നിശ്ചയം ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. Oh, hardened heart, will you not cry out to your maker? കഠിന ഹൃദയമേ, നീ നിന്റെ സൃഷ്ടാവിലേക്ക് തിരികെയില്ലയോ? Oh, hardened heart, will you not break before your Redeemer? നിന്റെ വീണ്ടെടുപ്പുകാരന്റെ മുമ്പാകെ കഠിന ഹൃദയമേ, നീ തകർക്കപ്പെടുകയില്ലയോ? Oh, hardened heart, your maker is your husband. കഠിന ഹൃദയമേ, നിന്റെ സൃഷ്ടാവാകുന്നു നിന്റെ ഭർത്താവ്. He's waiting for you. അവൻ നിനക്കായി കാത്തു നിൽക്കുന്നു. So many times he waited, you are so busy with sin. പല പ്രാവശ്യം അവൻ നിനക്ക് വേണ്ടി കാത്തിരുന്നു. പക്ഷെ നീ നിന്റെ പാപവുമായി തിരക്കുള്ളവനായിരുന്നു. Your job has been your sin. Your job has been your sin. നിന്റെ ജോലി ഒരു പാപമായിരുന്നു. Your money has been your sin. നിന്റെ പണം പാപമായിരുന്നു. This world has been your sin. ഈ ലോകം നിനക്ക് പാപമായിരുന്നു. Come back to me, my backsliding child. ഓ പിന്മാറിക്കൊണ്ടിരിക്കുന്ന എന്റെ പൈതലെ, എന്റെ അടുക്കലേക്ക് മടങ്ങി വരുവീൻ. 2 minutes, let's all cry out to Jesus. 2 മിനിറ്റ് നമുക്ക് യേശുവിനെ നോക്കി നിലവിളിക്കാം. He wants to hear your voice after a long time. അനേക നാളുകൾക്ക് ശേഷം അവൻ നിന്റെ ശബ്ദം ഒരിക്കൽ കൂടി കേൾക്കുവാൻ ആഗ്രഹിക്കുന്നു. He wants to touch your heart and make it his abode once again. അവൻ നിന്റെ ഹൃദയത്തെ തൊട്ട് ഒരിക്കൽ കൂടി ആ സ്നേഹത്താൽ നിറയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു. He wants to come into that heart and dwell in it once again. He wants to come into your heart and dwell in it once again. നിന്റെ ഹൃദയത്തിലേക്ക് ഒരിക്കൽ കൂടി വന്ന് അവൻ അവിടെ വസിക്കുവാൻ ആഗ്രഹിക്കുന്നു. Do not be shy. നിങ്ങൾ ലജ്ജിക്കരുത്. Let's lift up our voice and cry out to our Savior. നമ്മുടെ ശബ്ദമുയർത്തി നമ്മുടെ രക്ഷകനെ നോക്കി നമുക്ക് നിലവിളിക്കാം. We have been bound by many evil things. പല ദോഷകരമായ കാര്യങ്ങളിൽ നാം ബന്ധിക്കപ്പെട്ടിരുന്നു. But cry out to Jesus and love him, he will set you free. ആ യേശുവിനെ നോക്കി നിലവിളിക്കുക, അവൻ നിന്നെ തീർച്ചയായിട്ടും വിടുവിക്കും, സ്വാതന്ത്ര്യം നൽകും. Jesus, have mercy, Lord. Oh, Lord, have mercy, Lord. Forgive our iniquities, Lord. We want to come back to you, Jesus. Forgive our hard hearts, oh Lord. We want to love you once again, oh Jesus. Thank you, Lord. Praise you, Lord. Lord, we don't want to confuse you anymore. Lord, we make a dedication to love you, oh Lord. Oh, thank you, Jesus. We praise you, Lord. All those who make a dedication to love Jesus, put up your right hand. യേശുവിനെ സ്നേഹിക്കുവാൻ ഹൃദയത്തിൽ ഒരു പ്രതിഷ്ഠ എടുത്തവർ തങ്ങളുടെ കരമുയർത്തിയാട്ടെ. Not I love him, but I want to love him. ഞാൻ അവനെ സ്നേഹിക്കുന്നു എന്നല്ല, എനിക്ക് അവനെ സ്നേഹിക്കണം. With all of my heart, എന്റെ മുഴു ഹൃദയത്തോടെ I want to love my Jesus. എനിക്ക് എന്റെ യേശുവിനെ സ്നേഹിക്കണം. Put up your hands. അങ്ങനെയുള്ള തങ്ങളുടെ കരമുയർത്തിയാട്ടെ. Through your hands an anointing is going to come down now. നിങ്ങളുടെ കരത്തിൽ കൂടി ഒരു അഭിഷേകം ഇപ്പോൾ ഇറങ്ങി വരുവാൻ പോകുന്നു. Through that anointing, the love of God is going to be shed abroad in your hearts. ആ അഭിഷേകത്തിൽ കൂടി ദൈവത്തിന്റെ സ്നേഹം നിങ്ങളുടെ ഹൃദയങ്ങളിൽ പകരപ്പെടുവാൻ പോകുന്നു. Then those ropes that are binding your hand will be removed. അപ്പോൾ നിങ്ങളുടെ കരങ്ങളെ ബന്ധിച്ചുകൊണ്ടിരുന്ന കയറുകൾ അഴിയുവാനിടയാകും. A new rope called the love of God is going to bind you. ഒരു പുതിയ കയറ്, ദൈവ സ്നേഹം എന്ന ഒരു കയറ് നിങ്ങളെ കെട്ടുവാനിടയാകും. That
anointing is coming down. അതെ, ആ അഭിഷേകം ഇറങ്ങി വന്നുകൊണ്ടിരിക്കുന്നു. Shama Nyantira Sarabakala. Area Santinam Karama Shama Nyantira. Oria Shamakati